ഗുഡ് മോർണിംഗ്, നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. പുതിയൊരു വാർത്താ ദിനം നമ്മൾ തുടങ്ങുകയാണ്. അതിശക്തമായ മഴയാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് മുന്നറിയിപ്പ്. തുലാവർഷം ഇന്ന് എത്തുമെന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനം. അപ്പോൾ ഇന്ന് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടും ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മുന്നറിയിപ്പുമാണ് നൽകിയിട്ടുള്ളത്. അതിശക്തമായ കാറ്റും ഇടിയോടുകൂടിയ മഴയുമാണ് വരാൻ പോകുന്നത് എന്നുള്ളത് പ്രേക്ഷകർക്കറിയാം. അതുകൊണ്ട് തന്നെ ജാഗ്രത വേണമെന്നുള്ള മുന്നറിയിപ്പും കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ ജില്ലകളിൽ എങ്ങനെയൊക്കെയാണ് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് വിശദമായി പരിശോധിക്കാം. അതോടൊപ്പം നമ്മൾ ഈ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്തകൾ ഏതൊക്കെയാണ് എന്നൊന്ന് പരിശോധിച്ചാൽ, കഴിഞ്ഞ 2 ദിവസങ്ങളായി തുടർച്ചയായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഹിജാബ് വിവാദം അതിങ്ങനെ അയവില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ആ ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സാഹചര്യം. ഇന്നത്തെ വാർത്താ പകലും നമ്മൾ ഏറെ സജീവമായി കാണാൻ പോകുന്നത് ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട തുടർ ചലനങ്ങൾ തന്നെ ആയിരിക്കും. സ്വാഭാവികമായും അന്തർദേശീയ തലത്തിൽ നിന്ന് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. നമുക്ക് എല്ലാം വിശദമായി പരിശോധിക്കാം. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. പരിഹാരമില്ലാതെ പള്ളുരുത്തി ഹിജാബ് വിവാദം. ഹിജാബ് ധരിക്കില്ല എന്ന് സമ്മതപത്രം വേണമെന്നതിൽ ഉറച്ച സ്കൂൾ മാനേജ്മെന്റ്. തീരുമാനമായില്ലെന്ന് പിതാവ്. കുട്ടി ഇന്നും സ്കൂളിലെത്തില്ല. വിഷയത്തിൽ പ്രതിരോധത്തിന് KCBC. സ്കൂൾ മാനേജ്മെന്റ് കോടതിയിലേക്ക്. ഇന്നു മുതൽ സംസ്ഥാനത്ത് തുലാവർഷം. കനത്ത മഴ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. ഇന്ന് ഇടുക്കി, കോട്ടയം ജില്ലകളിൽ അതിശക്തമായ മഴ. എല്ലാ ജില്ലകളിലും മുന്നറിയിപ്പ്. നെന്മാറ സജിത കൊലക്കേസിൽ ചെന്താമരയുടെ ശിക്ഷ ഇന്ന് വിധിക്കും. കേസ് ജില്ലാ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെക്ഷൻസ് കോടതിയിൽ. സംഭവം 2019 ഓഗസ്റ്റ് 31. പുതിയ അവകാശവാദവുമായി ട്രംപ്. റഷ്യൻ എണ്ണ വാങ്ങില്ലെന്ന് ഇന്ത്യ സമ്മതിച്ചെന്ന് അമേരിക്കൻ പ്രസിഡന്റ്. മോദി ഉറപ്പ് നൽകിയെന്നും നിർണായക ചുവടുവെപ്പെന്നും ട്രംപ്. പ്രതികരിക്കാതെ ഇന്ത്യ. ഹമാസിന് മുന്നറിയിപ്പുമായി US സെൻട്രൽ കമാൻഡ്. പലസ്തീൻ സിവിലിയന്മാർക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കണം. ഇസ്രായേൽ 45 പേരുടെ മൃതദേഹങ്ങൾ കൈമാറിയതായി ഹമാസ് കൈമാറിയ 4 മൃതദേഹങ്ങളിൽ 1 ബന്ദിയുടേതല്ലെന്ന് ഇസ്രായേൽ. ബീഹാറിൽ സീറ്റ് നിർണയം പൂർത്തിയാക്കാനാകാതെ ഇന്ത്യ സഖ്യം. സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിൽ കല്ലുകടി. പട്ന വിമാനത്താവളത്തിൽ നേതാക്കൾക്കെതിരെ പ്രതിഷേധം. നാമനിർദ്ദേശ പത്രിക സമർപ്പണം നാളെ അവസാനിക്കും. വിശദമായി നോക്കാം ഓരോ വാർത്തകളും. എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ സമ്മതപത്രം നൽകാതെ കുട്ടിയുടെ മാതാപിതാക്കൾ. ഹിജാബ് ധരിക്കാതെ എത്താമെന്ന് കുട്ടി സമ്മതപത്രം നൽകിയാൽ മാത്രം സ്കൂളിൽ തുടരാമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മാനേജ്മെന്റ്. എന്നാൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് കുട്ടിയുടെ പിതാവ് പ്രതികരിച്ചു. കുട്ടി ഇന്നും സ്കൂളിൽ എത്തിയേക്കില്ല. ഹൈക്കോടതി നിർദ്ദേശമുള്ളതിനാൽ സ്കൂളിൽ പോലീസ് സംരക്ഷണം തുടരുകയാണ്. നവമി ദിനേശ് കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. നവമി, ഗുഡ് മോർണിംഗ്. നേരത്തെ സൂചിപ്പിച്ചതൊക്കെ പോലെ തന്നെ ഈ പരിഹരിക്കപ്പെട്ടു എന്ന് കരുതിയ ഒരു വിഷയമായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പരാമർശത്തോടുകൂടി സ്കൂളിനെതിരെയുള്ള രൂക്ഷമായ വിമർശനത്തോടുകൂടി വീണ്ടും ആളിക്കത്തിയതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇപ്പോൾ ഈ വിഷയം പരിഹരിക്കപ്പെടാതെ നീണ്ടുപോവുകയാണ്. സ്കൂൾ മാനേജ്മെന്റ് ആകട്ടെ അവരുടെ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു. ആദ്യം കുട്ടി ഹിജാബ് ധരിക്കാതെ സ്കൂളിലേക്ക് എത്തുന്നതിൽ കുഴപ്പമില്ല എന്ന അനുനയ ചർച്ചയിൽ തീരുമാനമെടുത്ത പിതാവാകട്ടെ ഇപ്പോൾ ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന സാഹചര്യം. കുട്ടിയാണെങ്കിൽ ഇപ്പോൾ ദിവസങ്ങളായി സ്കൂളിൽ എത്താത്തൊരു സാഹചര്യം കൂടിയുണ്ട്. ഈ പ്രശ്നം ഇതെങ്ങോട്ടാണ് നീങ്ങുന്നത്? ആര്യ, ഈ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി കുട്ടിയുടെ മാതാപിതാക്കളാണ് തീരുമാനമെടുക്കേണ്ടത്. കാരണം സ്കൂൾ മാനേജ്മെന്റും PT ഉൾപ്പെടെ നേരത്തെ തന്നെ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. സ്കൂളിന്റെ നിയമം അനുസരിച്ച് ഹിജാബ് ധരിച്ചുകൊണ്ട് കുട്ടിക്ക് സ്കൂളിൽ എത്താൻ കഴിയില്ല. അങ്ങനെ തന്നെയാണ് തുടക്കം മുതൽ തന്നെ പ്രിൻസിപ്പൽ ആയിക്കോട്ടെ, PT ആയിക്കോട്ടെ, സ്കൂൾ മാനേജ്മെന്റിന്റെ ഒന്നാകെയുള്ള നിലപാട്. പക്ഷേ ഈ കുട്ടിയുടെ പിതാവ് ആദ്യം നടത്തിയ സമവായ ചർച്ചയിൽ ഇത് സമ്മതിച്ചിരുന്നു എങ്കിൽ പോലും പിന്നീട് വിദ്യാഭ്യാസ മന്ത്രിയുടെ പരാമർശത്തെ തുടർന്ന് ഇവർ നിലപാട് മാറ്റുകയായിരുന്നു. ഇതിൽ ഒരു സമ്മതപത്രം വേണമെന്ന് തന്നെയാണ് മാനേജ്മെന്റ് പറഞ്ഞത്. കുട്ടി ഹിജാബ് ധരിച്ച് സ്കൂളിലേക്ക് എത്തില്ല
എന്ന് മാതാപിതാക്കളും കുട്ടിയും സമ്മതിച്ചുകൊണ്ടുള്ള സമ്മതപത്രം ഒപ്പിട്ട് നൽകണം. എങ്കിൽ മാത്രമേ ഇനി കുട്ടിയെ സ്കൂളിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ എന്ന നിലപാടിലാണ് മാനേജ്മെന്റ് ഉറച്ചു നിൽക്കുന്നത്. പക്ഷെ കുട്ടിയുടെ പിതാവ് പറയുന്നത് അത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടില്ല. തീരുമാനം ആലോചിച്ച ശേഷം മാത്രമായിരിക്കും സ്കൂളിനെ അറിയിക്കുക എന്നാണ് ഇപ്പോൾ കുട്ടിയുടെ പിതാവ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 3 ദിവസമായി കുട്ടി സ്കൂളിലേക്ക് എത്തുന്നില്ല. ആരോഗ്യ പ്രശ്നം കാരണം എത്തുന്നില്ല എന്നാണ് മാതാപിതാക്കൾ നൽകുന്ന വിശദീകരണം. പക്ഷേ സ്വാഭാവികമായും ഈ ഒരു വിവാദം നിൽക്കുന്നത് കൊണ്ടായിരിക്കും കുട്ടി സ്കൂളിലേക്ക് വരാൻ മടിക്കുന്നത് എന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും ആ വിഷയം അങ്ങനെ ഇപ്പോഴും നീണ്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടി സ്കൂളിലേക്ക് എത്തുന്നില്ല. പ്രവൃത്തി ദിവസമാണ് കുട്ടിക്ക് ഇപ്പോൾ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. സ്കൂളിൽ പോലീസിന്റെ ഒരു സംരക്ഷണം, ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഒരു സംരക്ഷണം ഇപ്പോഴും തുടരുന്നുമുണ്ട്. അതിനിടയിലാണ് ഇന്നലെ വിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടിന് മറുപടിയായി മാനേജ്മെന്റ് മറുപടി നൽകുന്നത്. മാനേജ്മെന്റ് അതിൽ കൃത്യമായി പറയുന്നുണ്ട്, കുട്ടിയെ ഒരു രീതിയിലും ഹിജാബ് ധരിച്ചെത്തി എന്നതിന്റെ പേരിൽ കുട്ടിയെ സ്കൂളിന് പുറത്താക്കിയിട്ടില്ല. പകരം കുട്ടിയുടെ മാതാപിതാക്കളെ വിളിച്ചറിയിച്ച് ഈ വിഷയങ്ങൾ സംസാരിക്കുകയായിരുന്നു ചെയ്തത്. അവർ ആദ്യഘട്ടത്തിൽ സമ്മതിക്കുകയും ചെയ്തു. ഒപ്പം സ്കൂളിന്റെ പരിപാടിയിലടക്കം മറ്റ് ആഘോഷ പരിപാടിയിലടക്കം കുട്ടി ഹിജാബ് ധരിച്ചെത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ തങ്ങളുടെ പക്കലുണ്ടെന്ന് തന്നെയാണ് മാനേജ്മെന്റ് പറയുന്നത്. എന്തായാലും ഇനി വീണ്ടും ഹർജി നവംബറിൽ പരിഗണിക്കുമ്പോൾ ഈ കാര്യങ്ങളടക്കം കോടതിയെ ബോധിപ്പിക്കാൻ തന്നെയാണ് മാനേജ്മെന്റിന്റെ തീരുമാനം. ഒപ്പം കുട്ടിയുടെ മാതാപിതാക്കൾക്ക് എന്താണോ കോടതിയിൽ പറയാനുള്ളത് അതിനും ഉള്ളൊരു അവസരം തന്നെയായിരിക്കും നവംബറിലുള്ള ഈ ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ ഉണ്ടായിരിക്കുക. എന്തായാലും ഈ വിഷയം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഷോൺ ജോർജ് അടക്കം രൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെയാണ് ഉന്നയിച്ചത്. ഈ കന്യാസ്ത്രീകളുടെ വിഷയം വന്നപ്പോൾ ഓടിയെത്തിയ MP-മാരും MLA-മാരെയും എന്തുകൊണ്ടാണ് ഹിജാബ് വിഷയത്തിൽ സ്കൂളിലേക്ക് കാണാത്തതെന്ന തരത്തിലുള്ള രൂക്ഷ വിമർശനമൊക്കെ ഷോൺ ജോർജും BJP-യും ഒക്കെ ഉന്നയിക്കുന്നുണ്ട്. ആ രീതിയിലേക്ക് പോലും ഇക്കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ ഹിജാബ് വിഷയത്തിൽ കുട്ടിയുടെ മാതാപിതാക്കളുടെ സമ്മതം അല്ലെങ്കിൽ അവരുടെ തീരുമാനമാണ് ഇനി നിർണായകമാകുന്നത്. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് സ്കൂൾ മാനേജ്മെന്റ്. എന്തായാലും കുട്ടിയുടെ മാതാപിതാക്കളുടെ തീരുമാനം തന്നെയാണ് ഈ വിഷയത്തിൽ നിർണായകം. കഴിഞ്ഞ ദിവസം, അതായത് ഈ വിവാദം തുടങ്ങിയ ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്, ഹൈബി ഈഡൻ MP അടക്കം ഈ കുടുംബവുമായി അനുനയ ചർച്ചകളൊക്കെ നടത്തി എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നു. പക്ഷേ അത് സ്കൂൾ അധികൃതരുമായി ചേർന്നല്ല എന്നുള്ളത് പിന്നീട് PTA പ്രസിഡന്റ് പറയുന്ന കാര്യവും നമ്മൾ കണ്ടതാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നു എന്നുള്ളത് വാസ്തവമാണ്. അതിന് പിന്നാലെയാണ് ഈ കുട്ടിയുടെ പിതാവ് ഹിജാബ് ധരിക്കാതെ കുട്ടിയെ സ്കൂളിൽ വിടാൻ സമ്മതമാണ് എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയതും. ഈ തീരുമാനത്തിൽ നിന്ന് പിതാവ് പിന്മാറിയതിനു ശേഷം, പിന്നോട്ട് പോയതിനു ശേഷം സമാനമായ രീതിയിലുള്ള ചർച്ചകൾ, അനുനയ നീക്കങ്ങളൊക്കെയും ഈ രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു നിന്ന്, ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് അവിടെ നടക്കുന്നുണ്ടോ? ഇതുവരെയും മറ്റ് നേതാക്കൾ ആരും തന്നെ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഈ തുടക്കത്തിൽ ഈ വിഷയം ഉന്നയിക്കുന്ന സമയത്ത് News 18 ആയിരുന്നു ആദ്യം ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. ആ സമയത്ത് തന്നെ ഹൈബി ഈഡൻ MP-യും എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും കുട്ടിയുടെ മാതാപിതാക്കളുമായി സംസാരിച്ചിരുന്നു. അതിനുശേഷം അവർ അതിന് സമ്മതം നൽകുകയും ചെയ്തിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷെ സ്കൂൾ മാനേജ്മെന്റ് അതിപ്പോഴും തള്ളുകയാണ്. അങ്ങനെ ആരുടെയും നേതൃത്വത്തിൽ ഒരു ചർച്ച നടത്തിയിട്ടില്ല. പിന്നീട് കുട്ടിയുടെ മാതാപിതാക്കൾ വന്നു പറയുകയായിരുന്നു ഹിജാബ് ധരിക്കാതെ തന്നെ കുട്ടി സ്കൂളിൽ എത്തുമെന്ന്. ആ പ്രശ്നം അവിടെ ഏകദേശം അവസാനിക്കുന്ന ഘട്ടത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ചില പ്രസ്താവനയും സ്കൂൾ മാനേജ്മെന്റിനെ പ്രതിക്കൂട്ടിലാക്കിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ചില പരാമർശങ്ങളും ഒക്കെ വരികയും അത് വീണ്ടും വിവാദമാകുകയും മാനേജ്മെന്റ് ഇതിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് രംഗത്തെത്തുകയും ചെയ്തത്. ഒപ്പം ഇതിന്റെ റിപ്പോർട്ട് അനുസരിച്ച്, അതായത് വിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ടിലടക്കം പറയുന്നത് ഹിജാബ് ധരിച്ചെത്തിയ കുട്ടിയെ സ്കൂൾ അധികൃതർ പുറത്താക്കി എന്നായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പുറത്താക്കൽ സ്കൂളിൽ നടന്നിട്ടില്ല എന്ന് തന്നെയാണ് മാനേജ്മെന്റ് പറയുന്നത്. ഒപ്പം ഹിജാബ് ധരിച്ചുകൊണ്ട് കുട്ടി ആർട്സ് ഡേക്ക് ഉൾപ്പെടെ എത്തുന്ന ദൃശ്യങ്ങളും സഹിതം ആണ് മാനേജ്മെന്റ് ഉയർത്തിക്കാട്ടിക്കൊണ്ട് പറയുന്നത്. എന്തായാലും ഈ ഒരു ചർച്ച സമവായത്തിലെത്തി എന്ന് പറയുന്ന സമയത്തായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ പ്രതികരണം ഉൾപ്പെടെ വരുന്നത്. അതിനുശേഷം മറ്റ് MP-മാരോ അല്ലെങ്കിൽ MLA-മാരോ ഈ മറ്റ് ജനപ്രതിനിധികൾ ആരും തന്നെ ഈ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ഇന്ന് ചിലപ്പോൾ ഈ വിഷയം നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ ഈ ആരെങ്കിലും MP-മാരോ MLA-മാരോ ഒക്കെ സ്കൂളിലെത്തി അല്ലെങ്കിൽ ഈ കുട്ടിയുടെ മാതാപിതാക്കളെ കണ്ട് സംസാരിക്കാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും ഇന്നത്തെ ദിവസവും ഈ വിഷയം ഇങ്ങനെ തന്നെ നീളുമെന്നും ഉറപ്പാണ്. പ്രശ്നപരിഹാരമായിട്ടില്ല. കുട്ടി ഇന്നും സ്കൂളിലേക്ക് എത്തില്ല എന്നാണ് പറയുന്നത്.
പക്ഷേ മാതാപിതാക്കൾ പിന്നീട് ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കുവാനും തയ്യാറായിട്ടില്ല. ഇന്നലെ അടക്കം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനോട് ഈ വിഷയം ചോദിച്ചിരുന്നുവെങ്കിൽ പോലും അദ്ദേഹം ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറല്ല എന്നാണ് പറഞ്ഞത്. അൻവർ സാദത്ത് MLA ഉൾപ്പെടെയുള്ളവർ ഇതിൽ തൽക്കാലം പ്രതികരിക്കുന്നില്ല എന്നൊരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ വരും മണിക്കൂറിൽ നമുക്ക് ഇതിൽ കൂടുതൽ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. തീർച്ചയായും നവമി ഒരു കാര്യം കൂടി, അതായത് ഇപ്പോൾ ഈ സ്കൂളിന്റെ നിലപാട് നമുക്കറിയാം. അവരുടെ തീരുമാനത്തിൽ നിന്ന്, മാനേജ്മെന്റിന്റെ നിയമാവലിയിൽ നിന്ന് അവർ ഒരു തരി പോലും പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്നുള്ള നയം വ്യക്തമാക്കി കഴിഞ്ഞതാണ്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ച കാര്യത്തിൽ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. ഈ സ്കൂളിന്റെ NOC പുതുക്കി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ആ നടപടിയിൽ ഒക്കെ സംശയം അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായി. അതായത് ഈ വിഷയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി അത് നൽകണമോ, പുതുക്കി നൽകണമോ എന്നുള്ള തരത്തിലുള്ള പരാമർശമൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നു. അതൊരു ഭീഷണി എന്ന തരത്തിൽ തന്നെയാണോ സ്കൂള് കാണുന്നത്? അപ്പോൾ അങ്ങനെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടി എന്താണെങ്കിലും അത് കോടതി വഴി നിയമപരമായി നേരിടാം എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണോ മാനേജ്മെന്റ് ഉള്ളത്? തീർച്ചയായും ആര്യ, മാനേജ്മെന്റ് എന്തായാലും ഹൈക്കോടതി വഴി അല്ലെങ്കിൽ നിയമപരമായി തന്നെ ഇതിന് നേരിടാൻ ഉറച്ചു നിൽക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി NOC പുതുക്കി നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ പത്രസമ്മേളനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇക്കാര്യം ഉൾപ്പെടെ കോടതിയെ അറിയിക്കാനാണ്, അല്ലെങ്കിൽ ഹർജി പരിഗണിക്കുമ്പോൾ അതും കോടതിയെ ബോധ്യപ്പെടുത്താൻ തന്നെയാണ് മാനേജ്മെന്റിന്റെ തീരുമാനം. സ്കൂളിന്റെ നിയമപ്രകാരം അത് ഹിജാബ് ധരിച്ചെത്താൻ പാടില്ല എന്ന ഒരു നിയമം ഉണ്ട് എന്ന് തന്നെയാണ് സ്കൂള് അധികൃതർ പറയുന്നത്. ഹൈക്കോടതിയിലടക്കം ഇതിനു മുൻപും പല ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ വരികയും സുപ്രധാന വിധി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഒക്കെ വന്ന സാഹചര്യമുണ്ടായി. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ പ്രസ്താവനയെ പോലും പൂർണ്ണമായി തള്ളുന്ന ഒരു നിലപാട് തന്നെയാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും ഹർജി പരിഗണിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ തങ്ങളുടെ പക്കലുള്ള തെളിവുകളടക്കം ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ തന്നെയാണ് സ്കൂൾ മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. നവമി, ഒരു കാര്യം കൂടി, അതായത് ഇതിനിടയിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു വിഷയം കൂടിയുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം PTA പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് വന്ന ചില പ്രതികരണമാണ്. അദ്ദേഹം DD ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ വിഷയത്തിൽ ഇടപെട്ടു, ചില നിർദ്ദേശങ്ങൾ നൽകി എന്നുള്ള സൂചന അദ്ദേഹത്തിന് ലഭിച്ചു എന്ന തരത്തിൽ അദ്ദേഹത്തിന് ചില പ്രതികരണം വന്നിട്ടുണ്ടല്ലോ. ആര്യ, മുഖ്യമന്ത്രിയുടെ ഓഫീസും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് PTA വിളിച്ചിരുന്നു, PTA പ്രതിനിധികളെ വിളിച്ചിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ അതിലിപ്പോഴും എന്നാണ് മുഖ്യമന്ത്രി നൽകിയ നിർദ്ദേശമെന്ന് ഇപ്പോഴും അവർ പുറത്ത് പറയുന്നില്ല. സ്കൂൾ മാനേജ്മെന്റിനോട് ചോദിച്ചപ്പോഴും അവർക്കും ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ല എന്നാണ് പറയുന്നത്. സ്വാഭാവികമായും ഇത്രയും വിവാദമായി നിൽക്കുന്ന സാഹചര്യത്തിൽ കുട്ടിയുടെ ഒരു വിദ്യാഭ്യാസത്തെ തന്നെ ബാധിക്കുമെന്ന രീതിയിൽ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ ഇടപെടുമെന്ന് നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുമുള്ള സ്റ്റാഫ് ഈ PTA അംഗത്തെ വിളിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും എന്താണ് മുഖ്യമന്ത്രി നൽകിയ നിർദ്ദേശം എന്നതിൽ ഇപ്പോഴും വ്യക്തത കൈവന്നിട്ടില്ല. എന്തായാലും നമുക്ക് ഇന്നത്തെ ദിവസം ഈ വിഷയത്തിൽ കുറച്ചുകൂടി പ്രതികരണങ്ങൾ തേടേണ്ടതുണ്ട്. ഈ ക്രൈസ്തവ സഭ അധ്യക്ഷന്മാർ ഉൾപ്പെടെ ഈ വിഷയത്തിൽ പ്രതികരണം വന്നുകൊണ്ടിരിക്കുകയാണ്. PTയുടെയും അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റിനും ഒക്കെ ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ, മുഖ്യമന്ത്രിയുടെ തീരുമാനം അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നതൊക്കെ നമുക്ക് അവരിൽ നിന്ന് നേരിട്ട് തന്നെ അറിയാൻ സാധിക്കും. ആര്യ, തീർച്ചയായും. നവമി ദിനേശാണ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. അതേസമയം തന്നെ ക്രൈസ്തവ സഭകൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരായ നീക്കങ്ങളെക്കുറിച്ച് പഠിക്കാൻ സഭകൾ എക്യുമെനിക്കൽ സഭകളുടെ യോഗത്തിലാണ് തീരുമാനം. നീക്കങ്ങൾ ആസൂത്രിതമാണോ എന്നതടക്കം പഠിച്ച് തുടർ നടപടി എടുക്കാനാണ് ആലോചന. ഈ വിഷയം മുൻപ് പറഞ്ഞ മറുപടി തന്നെയാണ്. മറുപടിയിൽ മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ അതേത് സ്വഭാവത്തിലുള്ളതാണ്, അതിന്റെ പ്രേരണ എന്താണ്, അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്താണ്, ഈ വിഷയങ്ങളെ കുറിച്ച് ഗൗരവമായി പഠിക്കാൻ യോഗം തീരുമാനിച്ചു. ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുകയാണ് കോട്ടയത്ത് നിന്ന്. ശ്രീജിത്ത്, ഈ ഹിജാബ് വിവാദത്തിന് പിന്നാലെയാണോ ഇത്തരത്തിലൊരു പഠനം നടത്താം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് സഭകൾ എത്തുന്നത്? മറ്റെന്തെല്ലാം വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരു പഠനം നടത്തുക? ക്രൈസ്തവ സഭകൾക്കെതിരെ സംസ്ഥാനത്ത് ഇത്തരത്തിൽ ആസൂത്രിതമായ നീക്കം നടക്കുന്നു എന്നുള്ളൊരു നിഗമനമാണോ സഭകൾക്കുള്ളത്?
കേവലം കത്തോലിക്ക സഭയുടെ മാത്രം ഒരു നിലപാടല്ല. ഇന്നലെ പാലാ ബിഷപ്പ് ഹൗസിൽ ചേർന്ന എക്യുമെനിക്കൽ സഭകളുടെ യോഗം, അതായത് വിവിധ ക്രൈസ്തവ സഭകളുണ്ട്, ഓർത്തഡോക്സ് സഭ, ക്നാനായ യാക്കോബായ സഭ, അങ്ങനെ ഏതാണ്ട് എല്ലാ സഭകളുടെയും യോഗമുണ്ട്. ഈ സഭകളുടെയൊക്കെ ഓരോ ബിഷപ്പുമാരാണ് ഇന്നലെ പാലായിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തത്. അവർ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു. അധ്യാപന നിയമനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും പ്രതികരണം നടത്തുകയും ചെയ്തു. ഈ വിഷയമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായി ഉയർന്നു വന്നത്. സഭകൾ എല്ലാവരും തന്നെ നിലപാടെടുത്തു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇത് ആസൂത്രിതമാണോ? ഇത്തരം സംഭവങ്ങൾ ഇനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിൽ അതിൽ എടുക്കേണ്ട നിലപാട് എന്താണ്? ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ആദ്യം എന്തുകൊണ്ടിങ്ങനെ, ഇതിൻ്റെ പ്രത്യാഘാതം എന്ത് എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് സഭകളുടെ യോഗത്തിൽ തീരുമാനം ആയത്. ഇത് കുറച്ചുകൂടി വിശാലമായി, കുറച്ചുകൂടി ഉന്നത സഭാ നേതൃത്വവുമായി കൂടി ആലോചിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു കൂടുതൽ തുടർ നടപടികൾ ഉണ്ടാകുക. നിലവിൽ ഇതിനെ അന്വേഷിക്കാൻ ഒരു സമിതിയെ നിയോഗിച്ചിട്ടില്ല. പകരം മറ്റ് കൂടുതൽ സഭാ നേതൃത്വവുമായി കൂടി ആലോചന നടത്തിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു അന്തിമമായ തീരുമാനം എത്തുക. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ള തീരുമാനം എക്യുമെനിക്കൽ സഭകൾ എടുത്തിരിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം നേരത്തെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ എറണാകുളം പള്ളുരുത്തിയിൽ ഉണ്ടായത് മാത്രവുമല്ല, അതിനു മുൻപേയും ഇപ്പോൾ കോതമംഗലത്ത് ഒരു കോളേജിൽ ഉച്ച സമയം ഈ പ്രാർത്ഥനയ്ക്കായി പ്രത്യേക മുറി അനുവദിക്കണം എന്ന ആവശ്യവുമായി ഉണ്ടാകുകയും അതൊരു വിവാദമാകുകയും ഒക്കെ ചെയ്തിരുന്നു. സഭാ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരം പല സംഭവങ്ങളും പല രൂപത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് പിന്നിൽ എന്തെങ്കിലും ആസൂത്രണമുണ്ടോ? ഈ സഭാ സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് ഈ പള്ളുരുത്തിയിലടക്കം ഉണ്ടായത് കുറച്ച് കാലമായി അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പിന്നീട് പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ഒരു ആവശ്യവുമായി മുന്നോട്ട് വന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിലൊരു ആസൂത്രണമുണ്ടോ? ആസൂത്രണം ഉണ്ടെങ്കിൽ തന്നെ അതിലെന്താണ് നിലപാട് എടുക്കേണ്ടത്? ന്യൂനപക്ഷ സ്ഥാപനങ്ങളുടെ അടക്കമുള്ള അവകാശങ്ങൾ ഉണ്ട്, അത് സംരക്ഷിക്കാൻ എന്ത് നടപടി സ്വീകരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് സഭകൾ ചർച്ച ചെയ്തത്. എന്തായാലും തീർച്ചയായും തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ യോഗത്തിന് ശേഷം, എക്യുമെനിക്കൽ സഭകളുടെ യോഗത്തിന് ശേഷം നേതാക്കൾ, പ്രത്യേകിച്ച് സിറോ മലബാർ സഭയുടെ PRO അടക്കമുള്ളവരാണ് സംസാരിച്ചത്. ഡോക്ടർ ടോം ഓലിക്കരോട്ട് അദ്ദേഹമാണ് ഈ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തത്. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള ഈ പള്ളുരുത്തി സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ പ്രതികരണങ്ങൾ, വിശദമായ പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ല. പകരം അവർ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു എന്നൊരു നിലപാടാണ് വ്യക്തമാക്കിയത്. ശ്രീജിത്ത്, ഒരു കാര്യം കൂടി, അതായത് ഈ ഹിജാബ് വിവാദമാണല്ലോ ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത്. അതിൽ സർക്കാരിന്റെ നിലപാടിനെതിരെ, വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാടിനെതിരെയൊക്കെ രൂക്ഷമായ വിമർശനം സഭകളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത് നമ്മൾ കണ്ടു. ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കാനാണ് സർക്കാരിന്റെ തീരുമാനം എന്നുണ്ടെങ്കിൽ ഏത് തരത്തിൽ അതിനെ പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനുമാണ് സഭകൾ ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ പങ്കുവെക്കുന്നുണ്ടോ? ഈ യോഗത്തിലുണ്ടായ ചർച്ചകൾ സ്വാഭാവികമായിട്ട് നിയമ നടപടി എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് പല നിയമവിധികളും ഇക്കാര്യത്തിൽ ന്യൂനപക്ഷ സ്ഥാപനം എന്ന നിലയിൽ സഭകൾക്ക് അനുകൂലമായി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിയമത്തിന്റെ പരിരക്ഷയിൽ നിന്നുകൊണ്ട് കാര്യങ്ങളുമായി മുന്നോട്ട് പോകണം. ഈ കൂടുതൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് പഠിക്കാനാണ് ഈ ഒരു സമിതി കുറിച്ചൊക്കെ ആലോചിക്കുന്നത്, വിശാലമായ ചർച്ചകളെ കുറിച്ചൊക്കെ ആലോചിക്കുന്നത്. ആ ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ വ്യക്തത വരിക. ഇപ്പോൾ പള്ളുരുത്തി സംഭവത്തിൽ മാത്രം നോക്കിയാൽ അവർ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകുക, കോടതിയെ കൂടുതൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് അവർ പോകുന്നത്. പ്രത്യേകിച്ച് ഈ സമാനമായ പല വിഷയങ്ങളിലും ഈ കേരള ഹൈക്കോടതിയുടെ അടക്കം വിധികൾ നിലനിൽക്കുന്നുണ്ട്. അത് സഭകൾക്ക് അനുകൂലമായ വിധിയാണ് ഉള്ളത്. അത്തരം വിധിയുടെ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തുടർ നടപടികളിലേക്ക് പോവുക. പുറത്തൊരു വലിയ പ്രചരണം എന്ന നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിനോട് പ്രതികരിക്കുക എന്നൊരു രീതിക്ക് അപ്പുറത്തേക്ക് വലിയൊരു പ്രചരണത്തിലേക്ക് ഇത് ഉയർത്തിക്കൊണ്ടു വന്നിട്ടില്ല സഭകൾ. അതിന് പ്രധാന കാരണം ഇതൊരു പ്രത്യേകിച്ചൊരു വർഗീയ മുതലെടുപ്പ് സാധ്യതയുള്ള അല്ലെങ്കിൽ വർഗീയ ഭിന്നത സാധ്യതയുള്ള ഒരു വിഷയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു സഭാ നേതൃത്വം അല്ലെങ്കിൽ ബിഷപ്പുമാരൊന്നും ഈ വിഷയത്തിൽ അങ്ങനെ നേരിട്ടൊരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് ആ സ്കൂൾ അധികൃതരാണ് അല്ലെങ്കിൽ KCBCയുടെ ചില ഉത്തരവാദിത്തപ്പെട്ട ചില വക്താക്കൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങളുമായി രംഗത്ത് വരികയും ഈ വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ അത്തരം സംഘടനകളുടെ ഒക്കെ നിലപാടിനെതിരെ രംഗത്ത് വരികയൊക്കെ ചെയ്തിട്ടുള്ളത് അവർ മാത്രമാണ്.
അതിനും അപ്പുറത്തേക്ക് സഭകൾ ഔദ്യോഗികമായി ഏതെങ്കിലും ബിഷപ്പുമാരോ അല്ലെങ്കിൽ കർദിനാളോ അങ്ങനെ ആരെങ്കിലും ഈ വിഷയത്തിൽ ഒരു പ്രതികരണവുമായി വന്നിട്ടില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതൊരു സ്പർദ്ധ ഉണ്ടാക്കാവുന്ന, ഒരു ഭിന്നത ഉണ്ടാക്കാവുന്ന വിഷയമാണ് എന്നതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഇത് തുടർച്ചയായി ഉണ്ടാകുന്നു എന്നുള്ളത് സഭകളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അത് വളരെ ഗൗരവത്തിൽ കാണുന്നു എന്നുള്ളതാണ് സഭാ നേതൃത്വം വ്യക്തമാക്കുന്നത്. തുടർന്ന് ഇതെങ്ങനെ എങ്ങോട്ട് പോകും, ഇതിന്റെ ഒരു പ്രത്യാഘാതങ്ങൾ എങ്ങനെ, ഇതെല്ലാം പഠിക്കാനാണ് സഭകളുടെ ഒരു തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് അവർ കൂടുതൽ ആലോചനകൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പള്ളുരുത്തി സംഭവത്തിൽ സ്വാഭാവികമായുള്ള നിയമ നടപടികളിലേക്കാണ് ഇപ്പോൾ സഭകൾ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റു വിഷയങ്ങൾ പൊതുവെ ഇത് ഉണ്ടായി വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, അതെങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് പഠിക്കാൻ അവർ തീരുമാനിക്കുകയാണ്. യെസ്, തീർച്ചയായും ജി ശ്രീജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും ക്രൈസ്തവ സഭകൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരായ നീക്കങ്ങളെ കുറിച്ച് പഠിക്കാൻ ഒരുങ്ങുകയാണ് സഭകൾ എന്നുള്ളതാണ്. ഇനി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തുലാവർഷം കേരളത്തിൽ ഇന്നു മുതൽ ശക്തമാകുന്നു എന്നുള്ളതാണ്. ചക്രവാത ചുഴിയും ന്യൂനമർദ്ദവും തുലാവർഷത്തോടൊപ്പം എത്തുന്നതോടെ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇന്ന് ഇടുക്കി, കോട്ടയം ജില്ലകളിൽ അതിശക്തമായ മഴയും മലപ്പുറം മുതൽ തിരുവനന്തപുരം വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മലപ്പുറം, തൃശൂർ, എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോഴിക്കോട് സൗത്ത് ബീച്ചിൽ ഉൾവലിഞ്ഞ കടൽ പലയിടത്തും പൂർവ്വസ്ഥിതിയിലേക്ക്. എന്നാൽ കോർപ്പറേഷൻ ഓഫീസിന്റെ എതിർവശത്തടക്കം ചിലയിടങ്ങളിൽ ഇപ്പോഴും ഉൾവലിഞ്ഞ നിലയിലാണ്. ഇന്നലെ രാത്രിയാണ് പ്രദേശത്ത് കടൽ ഉൾവലിഞ്ഞത്. MS അനീഷ് കുമാർ ഉണ്ട് കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, ഇപ്പോൾ എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ഈ ജനങ്ങളും പ്രദേശവാസികളും എല്ലാം ആകെ ആശങ്കയിലായിരിക്കുകയാണോ ഇപ്പോൾ? കാരണം ഇന്നലെ പലയിടങ്ങളിലും കോഴിക്കോട് ബീച്ചിൽ കടൽ ഉൾവലിഞ്ഞ ഒരു സാഹചര്യമായിരുന്നു. ഇന്ന് പലയിടത്തും പക്ഷേ പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നിൽക്കുന്ന ഭാഗം. അനീഷ്, ഒരു നിമിഷം, അനീഷിന്റെ ഓഡിയോ ക്ലിയറായി നമ്മളിലേക്ക് എത്തുന്നില്ല. എന്തായാലും അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ വ്യക്തമാണ്. ഈ കടൽ ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. അനീഷ്, വേഗം അനീഷിലേക്ക് മടങ്ങിയെത്താം. കോഴിക്കോട് സൗത്ത് ബീച്ചിലാണ് ഈ കടൽ ഉൾവലിഞ്ഞ ഒരു പ്രതിഭാസം ഉണ്ടായത്. കഴിഞ്ഞ രാത്രിയാണ് സംഭവം. പലയിടത്തും പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിയെങ്കിൽ പോലും ഈ കോർപ്പറേഷൻ ഓഫീസിന്റെ എതിർവശത്തടക്കം ചിലയിടങ്ങളിൽ ഇപ്പോഴും ഉൾവലിഞ്ഞ നിലയിലാണ് തുടരുന്നത് എന്നതാണ് ആശങ്കാജനകമായി തുടരുന്ന സാഹചര്യം. MS അനീഷ് കുമാർ നമുക്കൊപ്പം തുടരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അനീഷ്, കേൾക്കാമോ? അനീഷിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. എന്തായാലും ഈ അപ്രതീക്ഷിതമായി ഉണ്ടായ പ്രതിഭാസത്തിൽ വലിയ ആശങ്കയിലാണ് സ്വാഭാവികമായും പ്രദേശവാസികളും ജനങ്ങളും എല്ലാവരും. അവിടെ ഇന്നലെ രാത്രി ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ തടിച്ചുകൂടിയ ആളുകളെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. കോഴിക്കോട് സൗത്ത് ബീച്ചിലാണ് കടൽ ഇത്തരത്തിൽ ഉൾവലിഞ്ഞത്. പലയിടത്തും പൂർവ്വസ്ഥിതിയിലേക്ക് ഇതിനോടകം എത്തിയിട്ടുണ്ട്. എന്നാൽ കോർപ്പറേഷൻ ഓഫീസിന്റെ എതിർവശത്തടക്കം ചിലയിടങ്ങളിൽ ഇപ്പോഴും ഉൾവലിഞ്ഞ നിലയിലാണ് കടൽ ഉള്ളത്. അനീഷ്, തുടരാം. തീർച്ചയായും ആര്യ, അങ്ങേയറ്റം അപൂർവകരമായ ഒരു പ്രതിഭാസം അല്ലെങ്കിൽ അത്ഭുതകരമായ പ്രതിഭാസം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇന്നലെ ഏതാണ്ട് 10 വലിയൊരു ഭാഗം ഏതാണ്ട് 2-2.5 കിലോമീറ്റർ ദൂരത്തോളം ഉൾവലിഞ്ഞ സ്ഥിതിയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കോർപ്പറേഷൻ ഓഫീസിന്റെ എതിർവശത്തുള്ള ഈ ഭാഗം മാത്രം, അതായത് ഒരു 500 മീറ്റർ ദൂരത്തോളമാണ് ഇപ്പോഴും പൂർവ്വസ്ഥിതിയിലാവാത്തത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഈ കരയിൽ വലിയ തോതിൽ ചെളി അടിഞ്ഞുകൂടിയിരിക്കുന്നു. ഒപ്പം ഒരു ഭാഗത്ത് ഇതിന്റെ സൗത്ത് ബീച്ചിന്റെ ഒരു ഭാഗത്ത് തിര കരയിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ ഈ നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് തിര എത്തുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ശ്രദ്ധേയം. നമുക്ക് നാട്ടുകാരോട് ചോദിക്കാം. അവരൊക്കെ ഇന്നലെ വൈകിട്ട് മുതൽ ഇത് അറിയുന്നുണ്ട്. രാവിലെ നടപ്പുകാരായൊക്കെ സ്ഥിരം ബീച്ചിലെത്തുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരോട് തന്നെ നമുക്ക് ചോദിക്കാം, എന്താണ് ഈ ഒരു പ്രതിഭാസം, അല്ലെങ്കിൽ പലപ്പോഴും സ്ഥിരമായി കാണാറുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കാം. ശ്രദ്ധയിൽപ്പെട്ടോ ഇത്? ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ് രാവിലെ നേരത്തെ വന്ന സമയത്ത്. ഈ ബീച്ചിൽ സ്ഥിരമായിട്ട് വരുന്നവരാണ്? സ്ഥിരം വരുന്ന നടക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ. ഇന്നലെ പെട്ടെന്ന് കുറെ അധികം ദൂരം പോയായിരുന്നു. ടിവിയിൽ കണ്ടതാണ്. പിന്നെ ഇന്ന് രാവിലെ വന്നപ്പോഴാണ്. ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു, കുറച്ച് മുമ്പേ അങ്ങേ സൈഡിലുണ്ടായിരുന്നു. ഇതേപോലെ കുറച്ച് വലിഞ്ഞു പോയിട്ട് കടല് സൈലന്റ് ആയിരുന്നു.
ഇതിപ്പോ ഈ ഭാഗത്ത് മാത്രം തീരത്തേക്ക് വരുന്നില്ല അല്ലേ? ഇല്ല കുറച്ച് അങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഓഫീസിന് അവിടെ അങ്ങോട്ടേക്കുണ്ട്. കോർപ്പറേഷൻ ഓഫീസിന്റെ അവിടുന്ന് കുറച്ചും കൂടെ ഭാഗത്തേക്ക് കയറി വരുന്നുണ്ട്. മുമ്പ് കുറച്ചൊക്കെ ഉള്ളോട്ടായിരുന്നു കുറെ കൂടെ ഇറങ്ങിയായിരുന്നു. ഇറങ്ങിയിരുന്നു. മാറി മാറി വരുന്നുണ്ട്. മാറി മാറി വരുന്നു. ഇപ്പൊ ഇതിപ്പം നോക്കുമ്പോ തന്നെ രണ്ട് ഭാഗത്തും അപ്പുറത്തും തിരയുണ്ട്, പക്ഷെ ഈ ഒരു മേഖലയെ മാത്രം തിരയില്ല. ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഈ ചെളി കണ്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും വന്നതാ. ഇതുവരെ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെ ഉണ്ടാവുന്നില്ല. ഇതിപ്പോ കല്ലായി പോയ പോലെ തോന്നിപ്പോ നമുക്ക് വന്നതാണ്. കണ്ടു കടലാന്ന് പറയില്ല, അറിയില്ല, നോക്കി കണ്ടില്ല. അത്രയും വളരെ തിരടിക്കുന്ന ഏതോ ദൂരത്താ. ഓക്കെ, ഇന്നലെ 10 മണി തൊട്ടേ ഏകദേശം ഇതേ അവസ്ഥയായിരുന്നു. ആ ഭാഗത്തൊക്കെയായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അവിടെ ക്ലിയർ ആയിട്ടുണ്ട്. ഈ ഭാഗത്ത് കുറച്ച് ഇതുപോലെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിപ്പോ ഇവിടെ തീരെയില്ല അല്ലെ? അതെ, തീരെ ഇല്ല. ചെളിയും ഭാഗങ്ങളൊക്കെ ആയിട്ട് വന്ന് അടിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ തന്നെ നിൽക്കുന്നു. ഇത് പതിവായിട്ട് ഇങ്ങനെ വരാറുണ്ടോ? ഇല്ല, അങ്ങനെ പതിവായിട്ട് വരാറൊന്നുമില്ല. ഇത് റയറായിട്ട് വന്നൊരു സംഭവമാണ് ഇത്. ഇന്നലെ പിന്നെ പോലീസും ഒക്കെ വന്നിട്ട് എല്ലാവരെയും ഒഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന്. രാത്രി ഒരു 12 മണിയൊക്കെ ആവുന്ന സമയത്ത്. അത് കഴിഞ്ഞ് രാത്രി ഇങ്ങനെ തന്നെ ആയിരുന്നു? രാത്രി ഇങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ ഇപ്പൊ രാവിലെ ആയപ്പം ഏകദേശം ഇവിടെ മാത്രമേ ഇങ്ങനെയുള്ളൂ. ആ ഭാഗത്തെ ക്ലിയർ ആയിട്ടുണ്ട്. എന്താ പറഞ്ഞേ? മീൻ പിടിക്കുന്ന വലട്ട് പിടിക്കുന്ന ആൾക്കാർ സ്ഥിരം ഇവിടെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇന്ന് ഇവിടെ കണ്ടിട്ട് തന്നെ ഇല്ല. ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ വൈക്ക് ഒരൊറ്റൊന്നില്ല, എല്ലാരും പോയി പേടിച്ചു ഓടിയാതെന്നറിയില്ല. എന്താ സംഭവിക്കുന്ന അറിയില്ല. എന്താണെന്നറിയില്ല. അതിക്കല്ല എല്ലാവർക്കും ഭയമുണ്ട്. സംഭവം ഈ ചെളി പോലെ അങ്ങോട്ട് ഇറങ്ങാനും പറ്റില്ല. അങ്ങനത്തെ അവസ്ഥ. ചെലടിക്കുന്ന ചെളിയാണ് അടിക്കുന്നത്. ഇതൊക്കെ ചെലടിക്കുന്ന കണ്ടില്ലേ? ചെളി പോലെ ചെളി അടിക്കും പോലെ അടിക്കുന്ന ഇപ്പം അത്രയും ദൂരം. അറിയാം, അവർ പറയുന്നതിലും കാര്യമുണ്ട്. കാരണം നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഈ തിരകൾ എത്തുന്നെങ്കിലും അവ തീരത്തേക്ക് പൂർണ്ണമായും എത്താത്തൊരു സാഹചര്യം. ഇപ്പോഴാണ് ഈ മേഖലയിൽ കുറച്ചെങ്കിലും ആ തിര പ്രത്യക്ഷമായതൊപ്പം കറുത്ത കളറാണ് ആ തിര അടിക്കുമ്പോൾ ഉള്ളത്. പൂർണ്ണമായും ചെളിയാണ് കരയിലേക്ക് ആഞ്ഞടിക്കുന്നത്. നമ്മളിപ്പോൾ നോക്കിയാൽ ഏതാണ്ട് 1/2 കിലോമീറ്റർ ദൂരത്തോളം ഇപ്പോഴും ഈ കനത്ത ചെളി അടിഞ്ഞുകൂടിയിരിക്കുന്നത്. നേരത്തെ ഒരു നാട്ടുകാരൻ പറഞ്ഞതുപോലെ കല്ലായിപ്പുഴയുടെ ഓരത്തൊക്കെ ചെന്നാൽ ഈ ചെളി അടിഞ്ഞ് നിൽക്കുന്നത് കൂടിയിരിക്കുന്നത് കാണാം. അത്തരത്തിലാണ് ഇപ്പോൾ വലിയ തോതിൽ ചെളി മാത്രം. സാധാരണ ഈ നൂരാപതയൊക്കെയായാണ് കടൽ അടിച്ചു കയറുന്നത് തിരയായി. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഒരു ചെളി മാത്രം കരയിലേക്ക് അടിച്ചു കയറുന്നത്. ഇപ്പോഴാണ് ചെറിയ തോതിലെങ്കിലും ഈ ഭാഗത്ത് വെള്ളത്തിനൊരു അനക്കം, തിരയിളക്കം പ്രത്യക്ഷമായി തുടങ്ങുന്നത്. ഇത്രയും നേരം ഏതാണ്ട് ഈ ഒരു 500 മീറ്റർ ചുറ്റളവില്ല, ഏതാണ്ട് 1/2 കിലോമീറ്ററിലധികം ദൂരത്തോളം യാതൊരു അനക്കവുമില്ലാതെയാണ് കടൽ കടന്നത്. ഇപ്പോഴാണ് ചെറിയ തരത്തിലെങ്കിലുമുള്ള ഒരു അനക്കം കടലിൽ പ്രത്യക്ഷമാവുന്നത്. എന്തായാലും കടലിന്റെ ഒരു ഭാഗം, ഈ സൗത്ത് ബീച്ചിന് തന്നെ ഒരു ഭാഗം വളരെ സജീവമായി നിൽക്കുമ്പോൾ മറുവശത്ത് ഒരു അനക്കവുമില്ലാതെ നിൽക്കുന്ന കാഴ്ച. ഈ രാവിലെയൊക്കെ ഒരുപാട് നടപ്പുകാരുള്ള സ്ഥലമാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഇത് നല്ല ചെളിയല്ലേ? നല്ല ചളിയാ. ചെളി എന്ന് പറഞ്ഞാൽ ചളി മാത്രമല്ല ഇതിന്റെ അകത്ത് ഉണ്ടാവുക. കുറെ നേരം കൂടി ഒരു ഉണ്ടോ ഈ രീതിയിലാണ്. അതായത് ഇത് ചളി മാത്രമല്ല ഉണ്ടാവും സാർ. ഇതിന്റെ അകത്ത് കുറെ നമ്മളെ ഗോൾഡ് നാണയങ്ങള് മറ്റെല്ലാം ഉണ്ടാവും. സാധാരണ രീതിയിൽ എല്ലാവരും വിസിറ്റ് ചെയ്യുന്നല്ലോ, പല ആളുകളും, ഫാമിലീസ്, കുട്ടികള്, അവരുടെ ആഭരണങ്ങള് മറ്റും ഉണ്ടാവും ഇതിന്റെ അകത്ത്. ഇത് കഴിഞ്ഞാല് ജനങ്ങൾ ഇറങ്ങും, പെറുക്കാനിറങ്ങും. അങ്ങനെ പല സാധനങ്ങളുണ്ടാവും, വില പിടിച്ച സാധനങ്ങളുണ്ടാവും. അപ്പൊ ഇത് കഴിഞ്ഞാൽ വലിയ തിരക്കായിരിക്കും ഇവിടെ. തിരക്കായിരിക്കും. മീനിനേക്കാളും കൂടുതലായി തിരക്കായിരിക്കും പെറുക്കാൻ, ഗോൾഡ് പെറുക്കാൻ. അങ്ങനെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇങ്ങനെ മുമ്പുണ്ടായിരുന്നു, ഇതേപോലെ ഉണ്ടായിരുന്നു. എത്ര നാൾ മുമ്പാണ് ഇങ്ങനത്തെ ഒരു പ്രതിഭാസം ഉണ്ടായത് ഓർക്കുന്നത്? ഞാൻ ഓർക്കുന്നത് ഒരു 5 വർഷം മുമ്പേ ഉണ്ടായിരുന്നു. അന്ന് ഇതുപോലെ പൂർണ്ണമായിട്ട് കടലിറങ്ങി ഉണ്ടായിരുന്നു. ആര്യ, അതാണ് നമുക്കിപ്പോ തന്നെ ദൃശ്യങ്ങളിൽ കാണാം. നമ്മൾ നിന്ന ഇടത്തേക്ക് ഇപ്പോഴാണ് കുറെ അധിക നേരം കൂടി കടൽ ഇപ്പോഴാണ് എത്തിയത്. കട്ട ചെളിയാണ്. ഒപ്പം ഈ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന സാധനങ്ങൾ, ചില ഞണ്ടിന്റെ അങ്ങനെയൊക്കെ ഈ കരയിലേക്ക് അടിച്ചു വരുന്നുണ്ട്. എന്തായാലും ഇതൊരു ആളുകൾ പിന്നീട് ഇവിടെ തടിച്ചുകൂടും. കാരണം ഈ സാഹചര്യം കഴിഞ്ഞ് കടൽ പൂർവ്വസ്ഥിതിയിലേക്കൊക്കെ ആയി നീങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ആളുകൾ എത്തും. കാരണം ഒരുപാട് സാമഗ്രികളൊക്കെ കിട്ടും. നേരത്തെ അദ്ദേഹത്തിന് അനുഭവമുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും ഒരുപാട് മണിക്കൂറുകൾ കൂടിയാണ് ഈ ഭാഗത്തേക്ക് ഇപ്പോൾ ഒരു തിര അടിച്ച് കരയിലേക്ക് വരുന്നത്. ഇപ്പോഴും പൂർണ്ണമായും തിരകൾ കരയിലേക്ക് അടിക്കുന്ന സാഹചര്യമില്ല. നമുക്ക് നോക്കിയാൽ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഈ ഭാഗം നിശ്ചലമായി നിൽക്കുമ്പോൾ മറുവശത്ത് കടൽ ശക്തമായി തിരയിലേക്ക് അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ മുതൽ ഏതാണ്ട് പുലിമുട്ട് നിൽക്കുന്ന ഭാഗം വരെ ഈ രീതിയിൽ തന്നെയാണ്
കാര്യങ്ങൾ ഉള്ളത്. എന്തായാലും കൂടുതൽ ആളുകൾ ആ തീരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കാഴ്ചകൾ കാണാൻ. അനീഷ, ഈ തിര ഒരു ഭാഗത്ത് തീരം തൊടാതെ നിൽക്കുന്നു എന്ന് കാണുന്നത് തന്നെ നമുക്ക് വലിയ ആശങ്ക ഉണ്ടാവുന്നുണ്ട്. ഈ സമുദ്ര ഗവേഷണ വിദഗ്ധരൊക്കെയും ഈ സംഭവം പഠിക്കുന്നുണ്ടോ, വിലയിരുത്തുന്നുണ്ടോ, അവിടേക്ക് എത്തിയിട്ടുണ്ടോ? അങ്ങനെ ഒരു പഠനം നടക്കും ഒരുപക്ഷെ. കാരണം ഈ കള്ളക്കടൽ പ്രതിഭാസത്തിനൊക്കെ ഇന്ന് സംസ്ഥാനത്ത് പലയിടങ്ങളിലും മുന്നറിയിപ്പുണ്ട്. ഒപ്പം ഈ ഓറഞ്ച് അലേർട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. തുലാവർഷം എത്തുന്നു സംസ്ഥാനത്തേക്ക് എന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം എന്തെങ്കിലും ഈ പ്രകൃതിയുടെ സവിശേഷതകൾ അല്ലെങ്കിൽ വർഷക്കാലവുമായി ബന്ധപ്പെട്ട തുലാവർഷവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കേണ്ടി വരും. കാരണം ഒറ്റ നോട്ടത്തിൽ ഒരു കൗതുകമുള്ള കാഴ്ചയാണ്. കാരണം ഒരേ കടൽ, ഒരേ തീരം, ഒരേ ആകാശം, പക്ഷെ അവിടെ തിരകളുടെ കാര്യത്തിൽ മാത്രം വ്യത്യാസം അല്ലെ? അങ്ങനല്ലേ ഇപ്പോൾ വന്നിരിക്കുന്നത്? ആണ് തീർച്ചയായിട്ടും. ഇത് കടല് പരമാവധി കുറെ ഒരു 1/2 കിലോമീറ്ററോളം ഉള്ളോട്ട് പോയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇത് വാവിനെ അടുപ്പിച്ച് വരുന്ന ഒരു പ്രതിഭാസമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ കാണുന്നത് 2ാമത്തെ പ്രാവശ്യമാണ്. എത്ര വർഷം മുമ്പ് നേരത്തെ കണ്ടിട്ടുള്ളത്? ഒരു 2 വർഷം മുന്നേ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോ കാണുമ്പോൾ നമ്മൾ ആ വശത്ത് തിരയുണ്ട് അല്ലെ? നമ്മൾ നിൽക്കുന്ന ഇത് ഇങ്ങനെ ചേറ് അടിഞ്ഞിട്ട് ഇതിങ്ങനെ മറ്റേ വടക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ നീ പോവുകയാണ്. ഫസ്റ്റ് ആ ഭാഗത്താണ് വന്നത്. അതിങ്ങനെ തെക്ക് ഭാഗത്താണ് വന്നത്. പിന്നെ വടക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ നീ പോവുകയാണ്. ഇത് തന്നെ മത്സ്യക്കുഞ്ഞുങ്ങളുടെ പ്രചരണ ഭാഗമായിട്ടാണ് ഇങ്ങനെ കാണാറ്. അങ്ങനെയാണ് പറയുന്നത് ഇവർ മറ്റേ കടലിൽ പോകുന്ന ആളുകൾ പറഞ്ഞു തന്നത്. മത്സ്യബന്ധന തൊഴിലാളികളും കാര്യമായിട്ട് അവരാണ് പറഞ്ഞു തന്നത് ഇങ്ങനെയാണ് സംഭവം. എന്തായാലും വളരെ കൗതുകമുള്ള പ്രതിഭാസം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ബാലുശ്ശേരിയിലുള്ള ആളാണ്. ഇന്നലെ രാത്രിയാണ് ഇത്തരം ഈ ഒരു കടൽ വലിഞ്ഞ കാര്യം പറഞ്ഞത്. അതേ തുടർന്ന് നിരവധി ആളുകൾ ഈ കൗതുകമുള്ള കാഴ്ച കാണാനായി. കാരണം ഒരു വശത്ത് കടൽ പ്രക്ഷുബ്ധമായി കരയിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ മറുവശത്ത് കരയെ സ്പർശിക്കാതെ തിരകൾ ഏതാണ്ട് 200 മീറ്റർ അകലെ വെച്ച് തന്നെ അത് കടലിൽ തന്നെ ലയിക്കുന്നു. മറുവശത്തേക്ക് വരാതെ ഒരുപാട് നേരം കൂടി ഒറ്റ തവണയാണ് തീരത്തേക്ക് അടിച്ചത്. അദ്ദേഹം പറഞ്ഞനുസരിച്ച് ഇന്നലെ സൗത്ത് ബീച്ച് ഭാഗത്തു നിന്നും ആരംഭിച്ചത് വടക്കോട്ട് വരും തോറും. ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ വന്നായിരുന്നോ ബീച്ചില്? ഇല്ല. ബീച്ചിൽ എവിടെ? വീട് എവിടെ? ഇവിടെ തന്നെയാ. ഇതിപ്പോ ഇങ്ങനെ കാണാറുണ്ടോ സ്ഥിരമായിട്ട് കടല്? ഇല്ല, ഞാനിപ്പോ ഇപ്രാവശ്യം മാത്രമേ കാണുന്നത്. കടല് വലിഞ്ഞു കണ്ടിട്ടില്ല ഇങ്ങനെ? ഇല്ല. അത് തന്നെയല്ല, ഈ തിര വരുമ്പോഴും ഒരു വശത്ത് തിരയുണ്ട്. ആ ഭാഗത്തുണ്ട് കുറെ ദിവസം ആ ഭാഗത്ത് തിരയുണ്ട്. ഈ ഭാഗത്ത് തിരയില്ലായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇവിടെ താമസിക്കാൻ എനിക്കറിയാം. ഈ ഭാഗത്തെ തിര ഞങ്ങൾ പറയാറുണ്ട്, ഇവിടെ തിരയില്ലായിരുന്നു. അങ്ങനെ എന്താന്ന് അറിയില്ല. അല്ല, ഈ മത്സ്യത്തൊഴിലാളികൾക്ക് അറിയാൻ പറ്റുമോ എന്താണ്? അറിയില്ല, എനിക്കും അറിയില്ല. അവരാരും പറഞ്ഞിട്ടില്ല. ഇല്ല. അതാണ് ഈ കുറച്ചു ദിവസമായി ഇത്തരം ഈ തിരകളുടെ ഒരു കുറവ് കാണുന്നുണ്ട്. പക്ഷേ ആരും ഇത് പ്രത്യേകിച്ച് എന്താണ് കാരണമെന്ന് പറഞ്ഞില്ല എന്ന് അവർ വ്യക്തമാക്കുന്നത്. എന്തായാലും മത്സ്യത്തൊഴിലാളികളടക്കം ഇന്ന് മത്സ്യബന്ധനത്തിനായി കടലിലേക്ക് എത്തിയിട്ടില്ല. അങ്ങേയറ്റം അപൂർവമായൊരു പ്രതിഭാസമെന്നാണ് ഈ കാഴ്ചക്കാർ പറയുന്നത്. നേരത്തെ ഒരു ചേട്ടനെ കണ്ടപ്പോൾ ഏതാണ്ട് 5 വർഷം മുമ്പ് സമാനമായ രീതിയിലുള്ളൊരു കടൽ ഉൾവലിഞ്ഞ സാഹചര്യമുണ്ടായി എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഈ ഭാഗത്ത് മാത്രം തിരകളില്ല. ചെളി അടിഞ്ഞു നിൽക്കുന്ന സ്ഥലം കാഴ്ച കാണാനായി ഒരുപാട് പേര് ഈ ബീച്ച് ഭാഗത്തേക്ക് എത്തുന്നുണ്ട്. MS അനീഷ് കുമാറാണ് കോഴിക്കോട് ബീച്ചിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. കോഴിക്കോട് സൗത്ത് ബീച്ചിലാണ് ഇത്തരത്തിൽ കടൽ ഉൾവലിഞ്ഞ ഒരു പ്രതിഭാസം ഉണ്ടായത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. പല പ്രദേശത്തും കടൽ പൂർവ്വസ്ഥിതിയിലായെങ്കിൽ പോലും ഈ കോർപ്പറേഷൻ ഓഫീസിന് സമീപത്തായുള്ള പ്രദേശത്ത് ഇത്തരത്തിൽ ഒരു ഭാഗത്ത് തീരം തൊടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം തിര ഒരുപാട് അകലെയായി കടൽ ഏതാണ്ട് നിശ്ചലമായി നിൽക്കുന്ന തരത്തിലുള്ള ഒരു കാഴ്ചയാണ് മറുവശത്ത് കാണാൻ സാധിക്കുന്നത്. ഇത് കാണാൻ ഒരുപാട് ആളുകൾ വരികയും ചെയ്യുന്നുണ്ട്. കനത്ത മഴയെ തുടർന്ന് പുനലൂരിലെ മലയോര മേഖലയിൽ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ സുരക്ഷിതരല്ലെന്ന് റിപ്പോർട്ട്. ജിയോളജി വകുപ്പ് അധികൃതർ നടത്തിയ പരിശോധനയിലാണ് വീണ്ടും മണ്ണിടിയാനുള്ള മുന്നറിയിപ്പ് സാധ്യത നൽകിയിട്ടുള്ളത്. പച്ചയിൽ കുന്നിന്റെ അടിവാരത്ത് താമസിക്കുന്ന 5ഓളം കുടുംബങ്ങളെ ഉടൻ മാറ്റിപ്പാർപ്പിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി. അടിവാരത്ത് നിന്നും 500ഓളം അടി ഉയരത്തിൽ ഉരുൾപൊട്ടിയ ഭാഗത്ത് ഇപ്പോഴും മണ്ണിടിഞ്ഞ നിലയിലാണെന്നും മുകളിലെ മണ്ണ് വേണ്ടത്ര ഉറപ്പില്ലാത്തതാണെന്നും പരിശോധനയ്ക്ക് ശേഷം ജിയോളജി വകുപ്പ് അധികൃതർ ചൂണ്ടിക്കാട്ടി. ഈ പശ്ചാത്തലത്തിലാണ് അടിവാരത്തെ താമസക്കാരെ താൽക്കാലികമായെങ്കിലും മാറ്റിപ്പാർപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. പച്ചയിൽ കുന്നിന്റെ മുകളിൽ സ്വകാര്യ റബ്ബർ തോട്ടത്തിലാണ് ഉരുൾപൊട്ടലുണ്ടായത്. കൃഷിജോലികൾ ചെയ്തുവരുന്ന അതിഥി തൊഴിലാളികൾ താമസിച്ചു വരുന്ന പ്രദേശത്തായിരുന്നു വെള്ളപ്പാച്ചിൽ.
തലനാരിഴയ്ക്കാണ് ഇവിടെ താമസിച്ചിരുന്ന കുടുംബങ്ങൾ രക്ഷപ്പെട്ടത്. വെള്ളപ്പാച്ചിലിൽ വീടുകളിൽ വെള്ളം കയറുകയും പശുത്തൊഴുത്തടക്കം നശിക്കുകയും ചെയ്തു. ഉരുൾപൊട്ടിയതിനെ തുടർന്നുണ്ടായ വെള്ളപ്പാച്ചിലിൽ മലയിലും അടിവാരത്തുമായി 1 കിലോമീറ്ററോളം ദൈർഘ്യത്തിലാണ് കൃഷി നശിച്ചത്. എത്രയധികം വിള നശിച്ചിട്ടുണ്ടെന്നുള്ള കൃത്യമായ കണക്ക് തിട്ടപ്പെടുത്താനായിട്ടുമില്ല. നമുക്ക് എങ്ങോട്ടും പോകാനുള്ളൊരു സൗകര്യമില്ല. അതാണ്, മഴയോ കാര്യങ്ങളോ വന്നാൽ നമുക്ക് പോകാനൊരു മാർഗമില്ല. മഴയാ ഭയങ്കര ശക്തമായിട്ടാണ് വരുന്നത്. ആണ്. എത്ര പേരാ നിങ്ങൾ ഈ വീട്ടില്? ഞങ്ങൾ ഈ വീട്ടിൽ കുട്ടികൾ എത്ര പേരുണ്ട്? കുട്ടികൾ 3-4 പേര്. തീരെ പ്രായം കുറഞ്ഞ കൊച്ചു എത്ര വയസ്സ്? കുഞ്ഞുങ്ങൾ 2 വയസ്സുള്ള കുഞ്ഞുങ്ങൾ. മഴ കനത്താൽ വീണ്ടും മണ്ണിടിയുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ കഴിയുന്നത്. ന്യൂസ് 18 പുനലൂർ. മടങ്ങിയെത്താം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് സംബന്ധിച്ച് തനിക്ക് ഉറപ്പു നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളിലെ വലിയ ചുവടുവയ്പ്പാണിത്. ചൈനയെയും ഇതുതന്നെ ചെയ്യാൻ പ്രേരിപ്പിക്കുമെന്നും ട്രംപ് പറഞ്ഞു. Great relationship. He just said that 2 days ago, as you know. We have a great relationship. No, we were not happy with him buying oil from Russia, because that lets Russia continue on with this ridiculous war where they've lost 1.5 million people, by the way. Russia's lost 1.5 million people, soldiers mostly. This is a war that should have never started, but it's a war that Russia should have won in the first week, and they're going into the 4th year. And I want to see it stop. So I was not happy that India was buying oil. And he assured me today that they will not be buying oil from Russia. That's a big stop. ശ്രീജ ശ്യാം കൂടി ചേരുകയാണ് നമുക്കിപ്പം കൂടുതൽ വിവരങ്ങളുമായി. ശ്രീജ, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം പറയുന്നത് ട്രംപാണ്, അതുകൊണ്ട് തന്നെ എത്രത്തോളം വിശ്വസിക്കാൻ കഴിയുമെന്നറിയില്ല. ഇനി ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ ഒരു പ്രതികരണം വന്നാൽ മാത്രം നമുക്ക് വിശ്വസിക്കാം എന്നതാണ് സാഹചര്യം. കാരണം ഇതിനു മുമ്പ് പലതവണ ട്രംപ് മുന്നോട്ട് വെച്ച ആവശ്യമാണ്. അത് അനുസരിക്കാത്തതിന്റെ പേരിൽ ഒരു പിഴ തീരുവ തന്നെ ചുമത്തി 50% തീരുവയിലേക്ക് കാര്യങ്ങൾ കടന്ന സാഹചര്യമുണ്ട്. അപ്പോഴും നിലപാടിൽ നിന്ന് പിന്നോട്ട് പോവുകയോ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കില്ലെന്ന് വീണ്ടും ആവർത്തിച്ച് പറയുകയും ചെയ്ത രാജ്യമാണ് ഇന്ത്യ. ഗുഡ് മോർണിംഗ് ആര്യ. ആര്യ പറഞ്ഞതുപോലെ എന്നും ഇന്ത്യ ഉറച്ചു നിന്നത് ട്രംപിന് വലുത് അമേരിക്കയാണെങ്കിൽ ഇന്ത്യക്ക് വലുത് ഇന്ത്യയിലെ ജനങ്ങളുടെ താല്പര്യങ്ങളാണ് എന്നൊരു നിലപാടിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന തീരുമാനത്തിൽ നിന്ന് പിറകോട്ട് പോകാതിരുന്നത്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് വലിയ രീതിയിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. ആ ഇറക്കുമതി രാജ്യം എന്ന നിലയ്ക്ക് ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള ലാഭമായിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുമ്പോൾ ലഭിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അത് വേണ്ടെന്ന് വെക്കാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ ഇന്ത്യ നേരിട്ട തിരിച്ചടികൾ നമുക്കറിയാവുന്നതാണ്. ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്, നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിണങ്ങുന്ന സാഹചര്യമുണ്ടായി. 50% പിഴ തീരുവ ഇന്ത്യക്ക് മേൽ ചുമത്തുന്ന സാഹചര്യമുണ്ടായി. ഇതെല്ലാം വന്നത് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയുടെ തീരുമാനത്തെ തുടർന്നായിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ട്രംപ് വൈറ്റ് ഹൗസിൽ നടത്തിയ ഈ പ്രഖ്യാപനമാണ് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നത്. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് നിർത്താം എന്ന് സമ്മതിച്ചു. അങ്ങനെ ഒരു ഉറപ്പ് തനിക്ക് കിട്ടിയെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. പക്ഷേ ആര്യ പറഞ്ഞതുപോലെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം വരേണ്ടത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണ്. പക്ഷേ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇന്ത്യൻ എംബസി ഇക്കാര്യത്തിൽ യാതൊരു പ്രതികരണവും നൽകിയിട്ടില്ല. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയമോ മറ്റോ ഈ കാര്യത്തിൽ യാതൊരു വിവരങ്ങളും നൽകിയിട്ടില്ല. ഇന്നിപ്പോൾ നേരം ഇന്ത്യയിൽ പുലരുന്നതേ ഉള്ളൂ. അമേരിക്കയിലെ പകൽ കഴിഞ്ഞിട്ടുള്ള സമയമാണിത്. അപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം വരുന്നുണ്ടോ എന്നതാണ് അറിയുന്നത്. ട്രംപിന്റെ അവകാശവാദം അനുസരിച്ച് ട്രംപ് പറയുന്നത് ഇന്ത്യയോട് ഇക്കാര്യത്തിൽ എനിക്ക് അതൃപ്തി ഉണ്ടായിരുന്നു, ആ അതൃപ്തി ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും മോദി ഇക്കാര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്തുന്നതിൽ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചുവടുവെപ്പാണ് എന്നതാണ്. ഇത് പലതലത്തിൽ റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം ട്രംപ് നേരത്തെ നടത്തിയിരുന്നു. ഇപ്പോൾ ഏറ്റവും അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന നിലയിൽ ട്രംപ് സ്വീകരിക്കുന്ന ഒരു നയം ഉഭയകക്ഷി സൗഹൃദമുള്ള രാജ്യങ്ങളുമായി ഇടപെട്ട് അവരിൽ നിന്ന് ഇത്തരത്തിലൊരു സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് റഷ്യക്കെതിരായ നിലപാട് സ്വീകരിക്കുക എന്നതാണ്. ഇന്ത്യയുടെ കാര്യത്തിൽ ഇങ്ങനെ തീരുമാനമായി. അടുത്തത് ചൈനയോടും ഇതേ തരത്തിൽ ആവശ്യപ്പെടും. ചൈനയും ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചാൽ റഷ്യ
പൂർണ്ണമായി സാമ്പത്തികമായി ഒറ്റപ്പെടുമെന്നതാണ്. ഇനിയൊന്ന് ചരിത്രം പരിശോധിച്ചാൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങി തുടങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല. യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയ ശേഷം യൂറോപ്യൻ യൂണിയനിൽ നിന്നും US നിന്നുമൊക്കെ റഷ്യ വലിയ രീതിയിലുള്ള ഉപരോധം നേരിട്ടു. ആ ഉപരോധം നേരിട്ട സാഹചര്യത്തിലാണ് വലിയ ഈ എണ്ണ വ്യാപാരത്തിൽ വലിയ ഇളവുകൾ നൽകാൻ റഷ്യ തീരുമാനിച്ചത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഏതാണ്ട് 85% ഇറക്കുമതിയാണ്. എണ്ണ വലിയ രീതിയിൽ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അത് വലിയ ആശ്വാസമായിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ വരെയുള്ള കാലയളവ് പരിശോധിച്ചാൽ എണ്ണ ഇറക്കുമതിയിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ ചെറിയ കുറവ് വന്നിട്ടുണ്ട്. ഏതാണ്ട് ഒരു 8.4% കുറവുണ്ടായിട്ടുണ്ട്. അതേസമയം തന്നെ 6.8% ഇറക്കുമതിയിൽ അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി കൂടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു കണക്കാണോ ട്രംപ് ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നതിൻ്റെ പിറകിലുള്ളത് എന്നതാണ് ആഗോളതലത്തിൽ ഉയരുന്ന സംശയം. എന്തായാലും ഇതിൻ്റെ കാരണം റഷ്യയുടെ എണ്ണ വിതരണ ശൃംഖലയിലുള്ള ചില പ്രശ്നങ്ങളാണ് എന്നതാണ് ആഗോളതലത്തിൽ വരുന്ന വിവരങ്ങൾ. പക്ഷേ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി കൂടിയിട്ടുണ്ട്. അത് തന്നെ നയാര അല്ലെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് പോലെയുള്ള സ്വകാര്യ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അവർ ഇറക്കുമതിയിൽ നിന്ന് ഒട്ടും കുറച്ചിട്ടില്ല. പക്ഷേ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിൽ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിൽ ചെറിയ കുറവ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ കഴിഞ്ഞ പാദത്തിൽ വരുത്തിയിട്ടുണ്ട്. ഇതൊക്കെ ചേർത്താണോ ഇങ്ങനെയൊരു അവകാശവാദത്തിലേക്ക് ട്രംപ് പോയതെന്നാണ് ഇനി അറിയേണ്ടത്. എന്തായാലും നേരത്തെ നമുക്കറിയാം വൈറ്റ് ഹൗസിലെ വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോ പറഞ്ഞതനുസരിച്ച് യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കുന്നതിലൂടെ യുക്രൈനെതിരെയാണ് ഇന്ത്യ ഒരു യുദ്ധം നടത്തുന്നത് അല്ലെങ്കിൽ ഇന്ത്യ ദ്രോഹിക്കുന്നത് എന്ന തരത്തിലുള്ള പ്രഖ്യാപനമൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഇന്ത്യ ഉറച്ചു നിന്നത് ഇന്ത്യയുടെ താല്പര്യങ്ങൾ, ഇന്ത്യയുടെ രാഷ്ട്രത്തിൻ്റെ താല്പര്യങ്ങൾ എന്ന നിലയ്ക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതാണ് ഇന്ത്യക്ക് ഗുണം ചെയ്യുന്നത് എന്ന നിലപാടിലാണ്. ഇനി അറിയേണ്ടത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം തന്നെയാണ്. ആര്യ, തീർച്ചയായും ശ്രീജ ഷാമാണ് നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ചേർത്തത്. ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി നമുക്ക് ഈ വിഷയത്തിൽ അറിയേണ്ടത് ഇന്ത്യയുടെ പ്രതികരണമാണ്. അപ്പോൾ മാത്രമേ ഈ ട്രംപിന്റെ അവകാശവാദമൊക്കെ എത്രത്തോളം ശരിയാണ് എന്നുള്ളത് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയത്തുള്ളൂ. അദ്ദേഹം ഇത്തരത്തിലൊരു അവകാശവാദം ഉന്നയിച്ചതിന്റെ ആധാരം എന്താണ്, അടിസ്ഥാനം എന്താണ് എന്നുള്ളത് എന്തായാലും നമുക്ക് വരും മണിക്കൂറിൽ അറിയാൻ സാധിക്കും. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും സംബന്ധിച്ച 48 മണിക്കൂർ താൽക്കാലിക വെടിനിർത്തൽ തുടരുന്നു. ക്രിയാത്മകമായ പ്രശ്നപരിഹാരത്തിനായി ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തുമെന്നാണ് ഇരു രാജ്യങ്ങളും പരസ്പരം സമ്മതിച്ചിട്ടുള്ളത്. അജയ് സുധ ബിജു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം. അജയ്, ഗുഡ് മോർണിംഗ്. എന്തായാലും കലുഷിതമായി നിന്ന സാഹചര്യം, അതിന് താൽക്കാലികമായ ഒരു അയവ് വന്നിരിക്കുന്നു. ഈ 48 മണിക്കൂർ പ്രഖ്യാപിച്ച വെടിനിർത്തൽ ഈ നിമിഷം വരെ ശാന്തമായി തുടരുന്നുണ്ട്, പ്രഖ്യാപിച്ചതുപോലെ തന്നെ തുടരുന്നുണ്ടല്ലേ? അതെ ആര്യ, ഇന്നലെ വൈകിട്ട് 6:30 പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഒരു വെടിനിർത്തൽ കരാർ അത് ധാരണയിലായത്. അതുമുതൽ ഇതുവരെയുള്ള സാഹചര്യം നിലവിൽ ശാന്തമാണ് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഇപ്പോഴും ഈ പാകിസ്ഥാൻ അതിർത്തിയിൽ നിരവധി വാഹനങ്ങൾ അഫ്ഗാനിസ്ഥാനിലേക്ക് പോകാൻ സാധിക്കാതെ കെട്ടിക്കിടക്കുന്നുണ്ട്. ഇത് മേഖലയിൽ വലിയ ഗതാഗത കുരുക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സംഘർഷത്തെ തുടർന്ന് നിരവധി അതിർത്തികൾ പാകിസ്ഥാൻ അടച്ചിരുന്നു. ഇത് കാരണം നമുക്കറിയാം, അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് ലാൻഡ് ലോക്ക് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അവിടേക്കുള്ള കയറ്റുമതിയുടെ ഒരു ഭൂരിഭാഗം പങ്കും അത് പോയിരുന്നത് പാകിസ്ഥാൻ വഴിയായിരുന്നു. അപ്പോൾ ഈ അതിർത്തികൾ പാകിസ്ഥാൻ അടച്ചത് കാരണം നിരവധി ട്രക്കുകൾ, അതുപോലെ തന്നെ ഈ സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെ അതിർത്തിയിൽ ഇങ്ങനെ കെട്ടിക്കിടപ്പുണ്ട്. ഇത് കാരണം ഈ ഭക്ഷണ വിതരണത്തിൽ ഉൾപ്പെടെ വലിയൊരു കുറവ് അത് അഫ്ഗാനിസ്ഥാനിൽ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഒരു പ്രശ്നങ്ങളെല്ലാം കാരണമാണ് തീർച്ചയായിട്ടും ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ഈ വെടിനിർത്തൽ കരാർ അത് ധാരണയിൽ എത്തിയത്. പ്രധാനമായിട്ടും ഈ ആക്രമണങ്ങളിൽ അഫ്ഗാനിസ്ഥാന് വലിയൊരു നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാൻ തന്നെ ഇന്നലെ സ്ഥിരീകരിച്ച ഒരു കാര്യം, കാണ്ഡഹാർ, തെക്കൻ കാണ്ഡഹാർ മേഖലയിൽ പാകിസ്ഥാൻ ഒരു ആക്രമണം നടത്തി. ഇവിടെ ഒരു 12 സാധാരണക്കാർ കൊല്ലപ്പെടുകയും 100ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ട് അഫ്ഗാനിസ്ഥാൻ തന്നെ സ്ഥിരീകരിച്ച ഒരു വിവരമായിരുന്നു. എന്നാൽ പാകിസ്ഥാൻ പറയുന്നത് തങ്ങൾ സാധാരണക്കാരെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയിട്ടില്ല. ഈ തീവ്രവാദികൾ പാകിസ്ഥാനിലേക്ക് കടന്നു കയറാൻ ഉപയോഗിച്ചിരുന്ന
ഒരു പാലം തകർക്കുക മാത്രമായിരുന്നു തങ്ങളുടെ ഉദ്ദേശമെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. അതുപോലെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാന്റെ ഒരു അതിർത്തി ഔട്ട് പോസ്റ്റ് തകർത്തിട്ടുണ്ട്, ഒരു ടാങ്ക് തകർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കാരണം പാകിസ്ഥാൻ തന്നെ പറയുന്നത് അവരുടെ 23 സൈനികർക്ക് ജീവൻ നഷ്ടമായതായിട്ട് പാകിസ്ഥാൻ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ മരണസംഖ്യ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ കൃത്യമായിട്ട് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. അഫ്ഗാനിസ്ഥാന്റെ 200ഓളം ഈ താലിബാൻ പ്രവർത്തകരെ വധിക്കാൻ സാധിച്ചതായിട്ടാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ സൈഡിൽ നിന്നുള്ള 100-ലധികം സൈനികരെ വധിക്കാൻ സാധിച്ചതായിട്ട് അഫ്ഗാനിസ്ഥാനും പറയുന്നുണ്ട്. ഈ മരണസംഖ്യ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നില്ല. എന്തായാലും നല്ല രീതിയിൽ തന്നെ ഒരു നാശനഷ്ടം ഇരു രാജ്യങ്ങളിലും തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 48 മണിക്കൂർ ഈ വെടിനിർത്തലിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പ്രശ്നങ്ങൾ അത് സുഗമമായി തന്നെ പറഞ്ഞു തീർക്കും എന്ന് തന്നെയാണ് രണ്ട് രാജ്യങ്ങളും ഉറപ്പ് നൽകിയിട്ടുള്ളത്. ഈ ഒരു സംഘർഷങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് നമുക്ക് അറിയാം. തീർച്ചയായിട്ടും ഈ പാകിസ്ഥാൻ താലിബാന്റെ പ്രവർത്തനം അത് പാകിസ്ഥാനകത്ത് നിരവധി ഭീകരാക്രമണങ്ങൾ നടത്തുന്നു, രാജ്യത്തെ സമാധാന അന്തരീക്ഷം തകർക്കുന്നു എന്നെല്ലാം ആരോപിച്ചാണ് പാകിസ്ഥാൻ ഈ ആക്രമണത്തിന് പുറപ്പെട്ടത്. അതേസമയം അഫ്ഗാനിസ്ഥാൻ പറയുന്നത് പാകിസ്ഥാൻ അവരുടെ രാജ്യത്തിനകത്ത് ISISന്റെ പ്രവർത്തനം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തീവ്രവാദികൾ ഇവർക്കുൾപ്പെടെ ഫണ്ട് ചെയ്യുന്നു, ഇവർ തങ്ങളുടെ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് അഫ്ഗാനിസ്ഥാൻ പറയുന്നത്. ഇരു രാജ്യങ്ങളും ഇത്തരത്തിൽ പരസ്പരം പല ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ഈ വെടിനിർത്തൽ എന്തായാലും ഇപ്പോഴും സമാധാനപരമായിട്ട് തന്നെ തുടരുകയാണ്. യെസ്, അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. അജയ് തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ചോദിച്ചറിയേണ്ടതുണ്ട്. പലസ്തീൻ സിവിലിയന്മാർക്ക് നേരെയുള്ള അക്രമവും വെടിവെപ്പും ഹമാസ് അവസാനിപ്പിക്കണമെന്ന് US സെൻട്രൽ കമാൻഡ്. അതേസമയം ഇസ്രായേൽ 45 പേരുടെ മൃതദേഹങ്ങൾ കൈമാറിയതായി ഹമാസ് സ്ഥിരീകരിച്ചു. ഹമാസ് രാത്രിയിൽ കൈമാറിയ 4 മൃതദേഹങ്ങളിൽ 1 ബന്ദിയുടേതല്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. അജയ്, എന്താണ് ഇപ്പോൾ നിലവിലെ അവിടുത്തെ ഒരു സാഹചര്യം? ഈ ഗാസ സമാധാന പദ്ധതിയുടെ കരാറിന്റെ 1ാം ഘട്ടം നടപ്പിലായി മുന്നോട്ട് വരുമ്പോൾ പലതരത്തിലുള്ള അസ്വാരസ്യങ്ങളും ഇരു വിഭാഗങ്ങൾക്കുമിടയിൽ പുകയുന്നതൊക്കെ നമ്മൾ കണ്ടു. അതിനിടയിൽ ഇപ്പോൾ US സെൻട്രൽ കമാൻഡ് ചില നിർദ്ദേശങ്ങൾ വരുന്ന സാഹചര്യവുമുണ്ട്. എന്താണ് നിലവിലത്തെ ഒരവസ്ഥ? ആര്യ, US-ന്റെ നിർദ്ദേശം അനുസരിച്ച് ഈ തിങ്കളാഴ്ചയായിരുന്നു മുഴുവൻ ഈ ബന്ദികളെയും അതുപോലെ തന്നെ മരിച്ച ആളുകളുടെ മൃതദേഹങ്ങൾ ഉൾപ്പെടെ കൈമാറാനുണ്ടായിരുന്ന സമയപരിധി അവസാനിക്കുന്നത്. എന്നാൽ ഇപ്പോഴും ഈ മൃതദേഹങ്ങളുടെ കൈമാറ്റം പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ പക്കലുള്ള ബന്ദികൾ മുഴുവൻ പേരെയും, ഏതാണ്ട് 2000-ഓളം ബന്ദികൾ ഉണ്ടായിരുന്നു, ഇവരെ മുഴുവൻ പേരെയും ഇപ്പോഴും അവരുടെ കൈമാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് റെഡ് ക്രോസ് വഴി. അതുപോലെ തന്നെ ഈ മൃതദേഹങ്ങളുടെ കൈമാറ്റത്തിൽ അത് US-ന്റെ വ്യവസ്ഥ അനുസരിച്ച് ഈ മരിച്ച ആളുകളുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം കൈമാറണം, ഇല്ലെങ്കിൽ എത്ര പേർ മരണപ്പെട്ടു എന്നുള്ളത് വ്യക്തമാക്കണം, മരണപ്പെട്ട ആളുകളുടെ പേര് വിവരങ്ങൾ വ്യക്തമാക്കണം. അതിനുശേഷം ഉടൻ തന്നെ ഈ മൃതദേഹങ്ങൾ അല്ലെങ്കിൽ ശരീരാവശിഷ്ടങ്ങൾ അത് കൈമാറാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഹമാസിന്റെ പക്കൽ ഇപ്പോഴും തങ്ങളുടെ പൗരന്മാരുടെ മൃതദേഹങ്ങളുണ്ട്, അത് വിട്ടു നൽകാൻ തയ്യാറാകണം എന്നുള്ളൊരു ആവശ്യവുമായി ഇസ്രായേൽ രംഗത്തെത്തിയിരുന്നു. ഇത് കാരണമാണ് പ്രധാനമായിട്ടും ഈ റഫ അതിർത്തി, ഈ ഗാസയിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു മേഖലയായിട്ട് ഒരു അതിർത്തി ഇടനാഴിയായിട്ടുള്ള റഫ അതിർത്തി തുറന്നു കൊടുക്കാൻ ഇസ്രായേൽ വിസമ്മതിച്ചിരുന്നു. ഇസ്രായേൽ പറഞ്ഞിരുന്നത് ഇത് തുറന്നു കൊടുത്താൽ ഈ ഹമാസ് മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുന്നത് ഇനിയും വൈകിപ്പിക്കും, അതുകൊണ്ട് ഇത് തുറന്നു കൊടുക്കാൻ സാധിക്കില്ല എന്നൊരു രീതിയിലായിരുന്നു ഇസ്രായേൽ ഇതുവരെ മുന്നോട്ട് പോരുന്നത്. എന്നാൽ ഈ അതിർത്തി, റഫ അതിർത്തി ഇന്ന് തുറന്നു കൊടുക്കും എന്നാണ് നിലവിലെ വിവരം. ഈ ഹമാസ് 2 ദിവസങ്ങളിലായിട്ട് 4 പേരുടെ മൃതദേഹങ്ങൾ വെച്ച് കൈമാറിയിരുന്നു. തിങ്കളാഴ്ച 4 പേരുടെ മൃതദേഹങ്ങൾ കൈമാറി, ചൊവ്വാഴ്ച 4 പേരുടെ മൃതദേഹങ്ങൾ കൈമാറി. അപ്പോൾ ഇത് കാരണമാണ് ഈ അതിർത്തി തുറന്നു കൊടുക്കാനായിട്ട് നിലവിലൊരു ധാരണയായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ അവർ നിലവിൽ ഇതുവരെ 90 പേരുടെ മൃതദേഹങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഈ മൃതദേഹങ്ങൾ കൈമാറിയതിന് പിന്നാലെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പരസ്പരം ചില ആരോപണങ്ങളും വരുന്നുണ്ട്. പ്രധാനമായിട്ടും ഇസ്രായേൽ പറയുന്നത് ഹമാസ് കൈമാറിയ 4 പേരിൽ ചൊവ്വാഴ്ച കൈമാറിയ 4 മൃതദേഹങ്ങളിൽ ഒരാളുടെ മൃതദേഹം അത് ഈ ബന്ദികളിൽ ഒരാളുടേതായിരുന്നില്ല എന്നൊരാരോപണം ഇസ്രായേൽ പറയുന്നുണ്ട്. ഇതിനു മുൻപേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനു മുൻപേ ഒരു തവണ വെടിനിർത്തൽ വന്ന സമയത്ത് ഹമാസ് ചില മൃതദേഹങ്ങൾ കൈമാറിയിരുന്നു. അന്നും ഒരു മൃതദേഹം ഇതുപോലെ ബന്ദിയുടേതല്ലാത്ത ഒരു കാര്യമുണ്ടായിരുന്നു. DNA പരിശോധനയിൽ ഉൾപ്പെടെ ഇത് സ്ഥിരീകരിച്ചതാണ്. ഇത് ഇസ്രായേൽ വലിയ തരത്തിലുള്ള പ്രകോപനമാണ് ഹമാസ് നടത്തിയതെന്ന് ഉൾപ്പെടെ പറഞ്ഞിരുന്നു. എന്നാൽ 2 ദിവസം കഴിഞ്ഞ് ഈ മൃതദേഹം തിരിച്ചു കൊടുക്കുന്ന
ഒരു അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ഈ ഹമാസ് ഉന്നയിക്കുന്ന അല്ലെങ്കിൽ പലസ്തീൻ അധികൃതർ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇസ്രായേൽ മൃതദേഹങ്ങൾ കൈമാറുമ്പോൾ മരിച്ച ആളുകളുടെ പേര് വിവരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ID ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതൊന്നും കൈമാറുന്നില്ല. ഇത് കാരണം അവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇത് മരിച്ച പലസ്തീൻ പൗരന്മാരുടെ മൃതദേഹങ്ങൾ തന്നെയാണോ എന്ന് തന്നെ സ്ഥിരീകരിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് പറയുന്നു. പ്രധാനമായിട്ടും ഈ ഖാൻ യൂണിസിലുള്ള നാസർ ആശുപത്രി, അവിടെയാണ് ഇപ്പോൾ നിലവിൽ ഒരു ചികിത്സാ സൗകര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളെല്ലാം ഉള്ളത്. അതുപോലെ അൽഷിഫ ആശുപത്രി, ഇവിടങ്ങളിലൊക്കെയാണ് ഈ സംവിധാനങ്ങളുള്ളത്. പക്ഷേ ഈ DNA പരിശോധിക്കാനുള്ള സംവിധാനം, അതുപോലെ തന്നെ പുതിയ ഈ മരിച്ച ആളുകളെ തിരിച്ചറിയാനുള്ള മറ്റ് ആധുനിക സൗകര്യങ്ങൾ, ഇവയെല്ലാം നശിച്ച അവസ്ഥയാണ്. അതുകൊണ്ട് മരിച്ച ആളുകൾ ആരാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയാണെന്ന് പലസ്തീൻ അധികൃതർ പറയുന്നു. അതുപോലെ അവർ ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് ഈ കൈമാറിയ ആളുകളുടെ ശരീരത്തിൽ അത് മർദ്ദനമേറ്റ പാടുകൾ ഉണ്ടായിരുന്നു. കൈ പിന്നിലേക്ക് വെച്ച് കൂട്ടിക്കെട്ടിയ പാടുകൾ, തലയിൽ വെടിവെച്ച പാടുകൾ. അപ്പോൾ ഇവർ ആരോപിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നാസർ ആശുപത്രിയിലെ ഡോക്ടർമാരാണ് ഇക്കാര്യം പറഞ്ഞത്. മരിക്കുന്നതിന് മുൻപ് പലസ്തീൻ പൗരന്മാർ കടുത്ത ക്രൂരതകൾക്ക് പീഡനങ്ങൾക്കും വിധേയമായിരുന്നു എന്ന് അവർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഈ മരിച്ചവരുടെ മൃതദേഹങ്ങൾ കൈമാറുന്നതിൻ്റെ പേരിൽ തന്നെ ഇത്തരത്തിലൊരു അസ്വാരസ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാം ഘട്ട ചർച്ചകൾ ഇനിയും ആരംഭിക്കാനുണ്ട്. തീർച്ചയായിട്ടും ഈ രണ്ടാം ഘട്ട ചർച്ചയിലാണ് ഇരു ഹമാസിനുമിടയിലും അതുപോലെ ഇസ്രായേലിനുമിടയിലെ തർക്ക വിഷയങ്ങൾ നിലനിൽക്കുന്നത്. സീറ്റ് നിർണയത്തിൽ കോൺഗ്രസിൽ പ്രതിഷേധം ശക്തമാണ്. പട്ന വിമാനത്താവളത്തിൽ നേതാക്കൾക്കെതിരെ പ്രതിഷേധവുമായി പ്രവർത്തകർ രംഗത്ത് വന്നു. मुर्दाबाद मुर्दाबाद डॉक्टर अशोक गहलोत चाहिए विक्रम में, कोई दल बदली नहीं चाहिए, दल बदलने वाला विक्रम में नहीं चलेगा. ER രാഗേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ER ഗുഡ് മോർണിംഗ്. നമുക്കറിയാം ഈ ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമൊക്കെ വരുന്നതിന് എത്രയോ മുമ്പ് തന്നെ ഈ വോട്ടർ അധികാർ യാത്രയൊക്കെ നടത്തി കരുത്ത് കാണിച്ചതാണ് ഇന്ത്യ സഖ്യം. പക്ഷേ ഈ അവസാന നിമിഷം ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെ എന്നിരിക്കെ പോലും സീറ്റ് നിർണയത്തിലേക്ക് പോലും കടക്കാൻ കഴിയാതെ മഹാസഖ്യം ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണല്ലേ? അതെ ആര്യ, വലിയ പ്രതിസന്ധിയുണ്ട് മഹാസഖ്യത്തിൽ. കാരണം ഇതുവരെ സീറ്റ് നിർണയം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. 121 മണ്ഡലങ്ങളിൽ നവംബർ 6-നാണ് വോട്ടെടുപ്പ്. അതിൻ്റെ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കുകയാണ്. അപ്പോൾ പോലും ഒരു ധാരണയിലെത്താൻ ഇന്ത്യ സഖ്യത്തിന്, മഹാസഖ്യത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയേണ്ടത്. കാരണം ഇന്നലെ നേതാക്കൾ ഡൽഹിയിലെത്തി ചർച്ച നടത്തി. ആ ചർച്ചകളിലും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഇന്ത്യ സഖ്യം വന്നിട്ടില്ല. ഏതായാലും വലിയ പ്രതിഷേധം ഇന്ത്യ സഖ്യത്തിലുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിലെ നിലവിൽ ഈ സീറ്റ് ധാരണയിൽ എത്താൻ കഴിയാത്തതിന് പ്രധാനപ്പെട്ട കാരണം രണ്ട് പ്രധാനപ്പെട്ട കക്ഷികൾ തമ്മിൽ ഒരു ഐക്യത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം കഴിഞ്ഞ തവണ കോൺഗ്രസ് മത്സരിച്ചത് 70 സീറ്റുകളിലാണ്. ഇത്തവണ പക്ഷേ കോൺഗ്രസിന് RJD പരമാവധി നൽകാമെന്ന് പറയുന്നത് 58 സീറ്റാണ്. പക്ഷേ 65-ൽ കുറഞ്ഞൊരു ധാരണയിലേക്കില്ല എന്ന നിലപാടിൽ ഇപ്പോൾ കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നു. ഇതാണ് സീറ്റ് ധാരണയിൽ എത്താൻ കഴിയാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഒപ്പം തന്നെ VIP മുകേഷ് സൈനിയുടെ പാർട്ടി അവരും കൂടുതൽ സീറ്റുകൾ ചോദിക്കുന്നുണ്ട്. ഏതായാലും ഇന്നെങ്കിലും ഒരു ധാരണയിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയ
പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. അതേസമയം തന്നെ 17 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസിനോട് തന്നെ പ്രഖ്യാപിച്ചു. ഇന്നലെ രാത്രി ഔദ്യോഗിക ഹാൻഡിലുകളിൽ സാമൂഹ്യ മാധ്യമ പേജുകളിൽ തന്നെ ഈ പട്ടിക കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകളിലെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് പുറത്തു വന്നതിന് പിന്നാലെ വലിയ പ്രതിഷേധം കോൺഗ്രസിലും ശക്തമാവുകയാണ്. പ്രത്യേകിച്ച് ഇന്നലെ ചർച്ചകൾ ഡൽഹിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഡൽഹിയിൽ നടന്നിരുന്നു. ഈ ചർച്ചകൾ കഴിഞ്ഞ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള കൃഷ്ണ അല്ലാവരും ഒപ്പം തന്നെ സംസ്ഥാന PCC അധ്യക്ഷൻ കൂടിയായ രാജേഷ് റാം എന്നിവർ ഇന്നലെ പട്നയിൽ രാത്രി എത്തിയപ്പോൾ ഉണ്ടായ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. വലിയ പ്രതിഷേധമാണ് നേതാക്കൾക്കെതിരെ അണികളുടെ ഭാഗത്തുനിന്നുണ്ടായത്. പ്രത്യേകിച്ച് ചില സീറ്റുകളിലെങ്കിലും നേതാക്കൾ കാശ് വാങ്ങി, പണം വാങ്ങി ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു എന്ന ആരോപണമാണ് പ്രധാനമായും പ്രവർത്തകർ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് PCC അധ്യക്ഷനായ രാജേഷ് റാമിനെതിരെയാണ് പ്രവർത്തകർ പ്രധാനമായും മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തത്. അതായത് നേരത്തെ തന്നെ ചില സീറ്റുകളുടെ കാര്യത്തിൽ ഇത്തരത്തിൽ സ്വന്തക്കാർക്ക് സീറ്റ് നൽകി എന്ന ആരോപണമാണ് പ്രധാനമായും അവർ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് ബിക്രം മണ്ഡലത്തിൽ അത് നിലവിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ സിറ്റിംഗ് MLA 2024 BJPയിൽ ചേർന്നിരുന്നു. പകരം അവിടെയുള്ള നേതാക്കളെ പരിഗണിക്കുന്നതിന് പകരം സ്വന്തക്കാരെ സ്ഥാനാർത്ഥികളാക്കി എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഇന്നലെ പപ്പു യാദവിന്റെ അനുയായികളും വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. അവരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഇന്നലെ ഡൽഹിയിലും വലിയ പ്രതിഷേധം സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുണ്ടായിരുന്നു. പ്രത്യേകിച്ച് യുവാക്കൾക്ക് സീറ്റ് നൽകണം, പകരം സ്വന്തക്കാർക്ക് സീറ്റ് നൽകുന്നത് ഒഴിവാക്കണം എന്ന ആവശ്യമാണ് ഡൽഹിയിൽ മുദ്രാവാക്യം മുഴക്കിയെങ്കിൽ പട്നയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അത് കയ്യാങ്കളിയിലേക്ക് മാറുകയാണ്. ഏതായാലും ഇന്നൊരു പ്രഖ്യാപനത്തിലേക്ക് ഇന്ത്യ സഖ്യം കടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതല്ലാതെ മറ്റു മാർഗം ഇന്ത്യ സഖ്യത്തിന് മുൻപിലില്ല. മറുവശത്ത് BJP ആകട്ടെ 3ാം ഘട്ട പട്ടിക ഇതിനോടകം തന്നെ പുറത്തിറക്കി. അങ്ങനെ 101 സീറ്റുകളിലെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് ഇപ്പോൾ BJP കടന്നിരിക്കുകയാണ്. അതിൽ തേജസ്വി യാദവ് പ്രതിപക്ഷ നേതാവായ തേജസ്വി യാദവ് രാഘോപൂർ അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ സതീഷ് കുമാർ യാദവാണ് ജനവിധി തേടുക, BJP സ്ഥാനാർത്ഥിയായി ജനവിധി തേടുക. ആര്യ. CR രാഗേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മൾ ഇനി NDA സഖ്യത്തിലേക്ക് എത്തിയാൽ കാര്യങ്ങൾ അവിടെ ആദ്യമൊക്കെ ചില അസ്വാരസ്യങ്ങൾ പുകയുന്നുണ്ടായിരുന്നുവെങ്കിലും സീറ്റ് നിർണയത്തിന്റെ കാര്യത്തിലാണെങ്കിലും അതും കടന്ന് സ്ഥാനാർത്ഥി നിർണയത്തിലേക്കടക്കം കാര്യങ്ങൾ നീങ്ങിയിട്ടില്ലേ? NDAയിൽ താരതമ്യേന കാര്യങ്ങൾ സുഗമമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് അവിടെയും സീറ്റ് വിഭജനത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ജിതൻ റാം മാഞ്ചി നേരത്തെ തന്നെ കടുത്ത നിലപാട് സ്വീകരിച്ചതാണ്. പക്ഷേ 6 സീറ്റ് ഇതിനോടകം തന്നെ പ്രഖ്യാപിക്കുകയും ആ 6 സീറ്റുകളെ സ്ഥാനാർത്ഥികളെ മാഞ്ചി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. മറ്റൊരു പ്രതിഷേധം ഉണ്ടായിരുന്നത് കുശ്വാഹയ്ക്കാണ്. അദ്ദേഹവും 6 സീറ്റാണ് അവർക്ക് നൽകിയിരുന്നത്. RLMന്റെ നേതാവാണ് കുശ്വാഹ. അദ്ദേഹം പക്ഷേ ഇന്നലെ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയിൽ RLMന് നൽകിയിരിക്കുന്ന ഉറപ്പ് അദ്ദേഹത്തിന്റെ രാജ്യസഭാ കാലാവധി കഴിഞ്ഞാൽ വീണ്ടും ഒരു ടേം കൂടി നൽകാം എന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. പ്രത്യേകിച്ച് മഹുവ നിയമസഭാ സീറ്റ് നിലവിൽ ആ സീറ്റ് ധാരണ പ്രകാരം ആ സീറ്റ് നൽകിയിരിക്കുന്നത് ചിരാഗ് പാസ്വാന്റെ LJPക്കാണ്. പക്ഷെ ആ സീറ്റ് വേണമെന്നൊരു ആവശ്യമാണ് ഉപേന്ദ്ര കുശ്വാഹ മുന്നോട്ട് വെച്ചത്. എന്നാൽ അതിന് പകരമായി അമിത്ഷായുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ BJP നേതാക്കൾ നൽകിയിരിക്കുന്ന ഉറപ്പ് നിലവിൽ രാജ്യസഭാ കാലാവധി കഴിയുകയാണെങ്കിൽ ഒരു ടൈം കൂടി രാജ്യസഭാ കാലാവധി നൽകാം എന്നൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. ഈ ചർച്ചകൾക്ക് പിന്നാലെ RLMും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 6 സീറ്റിലാണ് RLM മത്സരിക്കുന്നത്. അതിൽ തന്നെ 4 സീറ്റിൽ ഇതിനോടകം തന്നെ RLM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഉപേന്ദ്ര കുശ്വാഹയുടെ ഭാര്യ സ്നേഹലത സസാറാം മണ്ഡലത്തിൽ ജനവിധി തേടും. ഇതടക്കം 4 സീറ്റുകളിലെ RLMും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ NDAയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ആദ്യഘട്ടത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യ സഖ്യത്തെക്കാൾ കൂടുതൽ പരസ്യമായ പ്രതികരണങ്ങളൊക്കെ നടത്തിയത് NDAയിലാണ്. പക്ഷേ കാര്യത്തോടടുക്കുമ്പോൾ NDAയുടെ സീറ്റ് നിർണയം പൂർത്തിയാവുകയാണ്. അവർ പ്രചാരണത്തിലേക്ക് കടക്കുകയാണ്. രാഗേഷാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം നാഷണൽ ഡെസ്കിൽ നിന്ന് ചേർന്നത്. പാലക്കാട് നെന്മാറ തിരുത്തമ്പാടത്ത് സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ചെന്താമരയുടെ ശിക്ഷാവിധി ഇന്നാണ്. ജില്ലാ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെക്ഷൻസ് കോടതി ജഡ്ജി കെന്നത്ത് ജോർജ് ആണ് വിധി പറയുക. കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്ന കോടതി കണ്ടെത്തിയിരുന്നു. 2019 ഓഗസ്റ്റ് 31 അയൽവാസിയായ സജിതയെ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. നെയ്യാറ്റിൻകര നഗരസഭയിലെ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി വാങ്ങിയ ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ തുരുമ്പെടുത്ത് നശിക്കുന്നു.
മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായി ലക്ഷങ്ങൾ മുടക്കിയാണ് നഗരസഭ ഓട്ടോറിക്ഷകൾ വാങ്ങിയത്. ഇതിന് പിന്നിൽ അഴിമതിയാണെന്ന ആരോപണം ശക്തമാണ്. ശുചിത്വ മിഷന്റെ സഹായത്തോടുകൂടി 1 വർഷം മുമ്പ് കൊട്ടിയാഘോഷിച്ച് നടപ്പിലാക്കിയ പദ്ധതികളിൽ ഒന്നാണ് നഗരസഭാ കെട്ടിടത്തിന്റെ ഗോഡൌണിൽ തുരുമ്പെടുത്ത് നശിക്കുന്നത്. നെയ്യാറ്റിൻകര നഗരസഭയിലെ 44 വാർഡുകളിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് 16 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് 3 ഓട്ടോറിക്ഷകൾ വാങ്ങിയത്. ഒരു ദിവസം പോലും നടപ്പിലാക്കാൻ കഴിയാത്ത പദ്ധതി സ്മാരകമായി മാറാൻ ഇടവരുത്തിയ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. നെയ്യാറ്റിൻകര നഗരസഭയിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ശുചിത്വ മിഷന്റെ ഫണ്ട് ഉപയോഗിച്ച് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി 44 വാർഡുകളിൽ ഉപയോഗിക്കുന്നതിനായിട്ടാണ് ഈ ഇലക്ട്രിക് 3 ഗുഡ്സ് ഓട്ടോകൾ വാങ്ങിയത്. ഇവ 16 ലക്ഷത്തോളം രൂപ മുടക്കി രജിസ്റ്റർ ചെയ്ത് ഇവിടെ കൊണ്ടിട്ട ഈ ഓട്ടോകൾ ഇതുവരെയും നിരത്തിലിറങ്ങി എത്തില്ല. അവ ഉപയോഗശൂന്യമാണ്. നിലവാരമില്ലാത്ത ഗുണനിലവാരമില്ലാത്ത ഓട്ടോറിക്ഷകളാണ് ഇതെല്ലാം. ഇത് വാങ്ങിയ ആളുകളെയും ഉദ്യോഗസ്ഥരെയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെയും അന്വേഷണം നടത്തി ഈ അഴിമതി അന്വേഷിച്ച് അവരുടെ പേരിൽ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യം. ഓട്ടോമൊബൈൽ രംഗത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള KLM നഗരസഭാ ചുറ്റുവട്ടത്ത് തന്നെ പ്രവർത്തിക്കുമ്പോൾ ലക്ഷങ്ങൾ മുടക്കി ഇത്തരമൊരു ഓട്ടോറിക്ഷ വാങ്ങിയതിന്റെ പിന്നിൽ അഴിമതിയാണെന്നാണ് ഉയരുന്ന ആരോപണം. എന്നാൽ ഹരിത കേരളം പദ്ധതി മുൻനിർത്തിയാണ് ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ തിരഞ്ഞെടുത്തതെന്നാണ് അധികൃതരുടെ വിശദീകരണം. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ആസ്വാദക ശ്രദ്ധ നേടി KSEB ജീവനക്കാരുടെ കൂട്ടായ്മയിൽ പിറന്ന മലയോര കാഴ്ചകൾ എന്ന ഹ്രസ്വചിത്രം. KSEBയുടെ സേവനങ്ങളും ഉത്തരവാദിത്തങ്ങളും പ്രമേയമാക്കിയ 30 മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രം തയ്യാറാക്കിയത് കണ്ണൂർ പെരിങ്ങത്തൂർ സെക്ഷനിലെ ജീവനക്കാരാണ്. ചിത്രത്തിന്റെ പ്രദർശനം കഴിഞ്ഞ ദിവസം തലശ്ശേരി ലിബർട്ടി ടാക്കീസിൽ നടന്നു. ബോർഡിലെ ജീവനക്കാരും മക്കളുമാണ് സിനിമയിലെ പ്രധാന അഭിനേതാക്കൾ. പുതിയ നിയമങ്ങൾ വന്നപ്പോൾ മണ്ണെണ്ണയില്ലാണ്ടായി. ഒക്കെ നമുക്ക് ശരിയാക്കാം. ഇനി ആഫീസിൽ വരേണ്ടി വരുമോ? നടക്കാൻ വയ്യ. വേണ്ട വേണ്ട, നമ്മളെ സാറുമാർ ഇവിടെ വരും. അല്ല, ഇന്ന് നിങ്ങൾ എന്തെങ്കിലും ആഹാരം കഴിച്ചിരുന്നോ? ഇടുക്കിയിലെ ഗോത്രവർഗ പ്രദേശമായ ഇടമലക്കുടിയിൽ KSEB ജീവനക്കാരുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി നടത്തിയ ഇടപെടലിലൂടെയാണ് സിനിമ കടന്നുപോകുന്നത്. വീടിന്റെ സൗജന്യ വൈദ്യുതീകരണം ഉൾപ്പെടെ ജീവനക്കാർ നടത്തിയ വെളിച്ചമേകുന്ന സേവനങ്ങളാണ് സിനിമയുടെ പ്രമേയം. വൈദ്യുതി മേഖലയെക്കുറിച്ചുള്ള പല തെറ്റിദ്ധാരണകളും ഈ 30 മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രത്തിലൂടെ തിരുത്തപ്പെടുന്നു. നിറഞ്ഞ സദസ്സിലുള്ള സിനിമയുടെ പ്രദർശനം തലശ്ശേരി ലിബർട്ടി ടാക്കീസിൽ നടന്നു. പെരിങ്ങത്തൂർ, കോടിയേരി, പാനൂർ സെക്ഷനുകളിലെ 21 ജീവനക്കാരാണ് സിനിമയുടെ പ്രധാന കഥാപാത്രങ്ങൾ. ജീവനക്കാരുടെ മക്കളും അഭിനേതാക്കളായി. 1 മാസം കൊണ്ട് ചിത്രീകരണം പൂർത്തീകരിച്ച സിനിമയുടെ പ്രധാന ലൊക്കേഷൻ കണ്ണൂർ കോഴിക്കോട് അതിർത്തിയിലെ വാഴമലയാണ്. കോടിയേരി സെക്ഷനിലെ ഓവർസിയർ CP രഞ്ജിത്താണ് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഇദ്ദേഹം സംവിധാനം ചെയ്ത 2ാമത്തെ സിനിമയാണ് മലയോര കാഴ്ചകൾ. ചുരുങ്ങിയ ചെലവിൽ നിർമ്മിച്ച ചിത്രത്തിന്റെ മുഴുവൻ ചെലവും വഹിച്ചത് പെരിങ്ങത്തൂർ സെക്ഷനിലെ ജീവനക്കാർ തന്നെയാണ്. പ്രിയമുള്ളവരെ, KSEB പെരിങ്ങത്തൂർ സെക്ഷനും KSEBക്ക് തന്നെയും അഭിമാനം അർഹിക്കുന്ന മുഹൂർത്തമാണ്. നമ്മുടെ പ്രകൃതി പോലും ഈ സന്തോഷത്തിൽ പങ്കെടുത്തുകൊണ്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. സുമേഷ് മൊറാര, ന്യൂസ് 18 കണ്ണൂർ. തിരുവനന്തപുരം DCCക്കെതിരെ KSU രംഗത്ത്. ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് DCC നേതൃത്വത്തിനെതിരെയും ജില്ലാ MPമാർക്കെതിരെയും വിമർശനം ഉന്നയിച്ചത്. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലും സംഘടനാ പ്രവർത്തനത്തിനും പിന്തുണ ഇല്ലെന്നാണ് ആക്ഷേപം. നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ശശി തരൂരും അടൂർ പ്രകാശും സഹായിച്ചില്ലെന്നും വിമർശനമുണ്ട്. സമരങ്ങളിൽ അടികൊള്ളാനും ജയിലിൽ പോകാനും മാത്രമുള്ളവരായി കാണരുതെന്നും KSU പറയുന്നു. പ്രശസ്തമായ രായ്നെല്ലൂർ മലകയറ്റത്തിന് ഒരുക്കം പുരോഗമിക്കുകയാണ്. വരുന്ന ശനിയാഴ്ചയാണ് 10,000-കണക്കിന് ആളുകൾ എത്തുന്ന രായ്നെല്ലൂർ മലകയറ്റം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി മലമുകളിലെ ദേവീക്ഷേത്രത്തിൽ ലക്ഷാർച്ചന ആരംഭിച്ചു. ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഹമ്മദ് മുഹസിൻ MLAയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ഈ മാസം 18-നാണ് പ്രശസ്തമായ രായിരനെല്ലൂർ മലക്കയറ്റം നടക്കുന്നത്. മലക്കയറ്റത്തിന് മുന്നോടിയായി മലമുകളിലെ ദേവീക്ഷേത്രത്തിൽ
3 ദിവസത്തെ ലക്ഷാർച്ചനയ്ക്കും തുടക്കമായി. പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിക്കടുത്ത് നടുവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന രായിരനെല്ലൂർ മലയിൽ വെച്ച് നാറാണത്ത് ഭ്രാന്തന് ദുർഗാദേവി ദർശനം ലഭിച്ചെന്ന വിശ്വാസത്തിലാണ് എല്ലാ വർഷവും തുലാം 1-ന് മലക്കയറ്റം നടക്കുന്നത്. കൊപ്പം വളാഞ്ചേരി റൂട്ടിൽ നടുവട്ടം, ഒന്നാന്തിപ്പടി എന്നിവിടങ്ങളിൽ നിന്ന് മല കയറാം. 500 അടി ചെങ്കുത്തായ മലയിലേക്കുള്ള കയറ്റം ഭക്തിയും സാഹസികതയും നിറഞ്ഞതാണ്. പുലർച്ചെ മുതൽ ഉച്ചവരെ 10,000 മല കയറി ദുർഗാ ക്ഷേത്ര ദർശനം നടത്തും. മലമുകളിലെ 18 അടി ഉയരമുള്ള നാറാണത്ത് ഭ്രാന്തൻ ശില്പം വലം വെച്ചും വണങ്ങിയുമാണ് മലയിറക്കം. മലയിറങ്ങി 1.5 കിലോമീറ്റർ പടിഞ്ഞാറുള്ള ഭ്രാന്താചലം ക്ഷേത്രവും ഭക്തർ സന്ദർശിക്കും. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും സുഗമമായി മലകയറ്റം നടത്തുന്നതിനും ആവശ്യമായ നടപടികൾ ആരംഭിച്ചു. ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനും മുഹമ്മദ് മുഹസിൻ MLA-യുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. മലകയറ്റത്തിനെത്തുന്നവർക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ മലമുകളിലും മധ്യഭാഗത്തും അടിവാരങ്ങളിലും ഒരുക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. മലകയറ്റവുമായിട്ട് ബന്ധപ്പെട്ട് അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാ വകുപ്പുകളും പ്രിപ്പയർ ചെയ്യുക. അതിന് ബന്ധപ്പെടുന്ന പ്രത്യേകിച്ച് പോലീസ്, ഫയർ അത്യാവശ്യം ആവശ്യമായ മെല്ലിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പാക്കുക. ഒപ്പം തന്നെ ഇപ്പോൾ സിവിൽ ഡിഫൻസ് അടക്കമുള്ള സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കാൻ കഴിയും. ആരോഗ്യ വകുപ്പിന്റെ ഫസ്റ്റ് എയ്ഡ് അടക്കമുള്ള സെന്ററുകൾ മുകളിൽ ഉണ്ടാവുകയും താഴെ അതിനനുബന്ധമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ ഉണ്ടാവും. തഹസിൽദാറുടെ തന്നെ നേതൃത്വത്തിലുള്ള ഒരു മോണിറ്ററിംഗ് ടീം കൂടി ഇവിടെ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് ഉണ്ടാകും എന്നുള്ളതാണ്. പോലീസ്, ആരോഗ്യവകുപ്പ്, ഫയർഫോഴ്സ് എന്നിവരുടെ സേവനം ഉറപ്പാക്കും. മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്നതിനും തഹസിൽദാറുടെ നേതൃത്വത്തിൽ മോണിറ്ററിംഗ് ചെയ്യും. ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ, തഹസിൽദാർ, പഞ്ചായത്ത് സെക്രട്ടറിമാർ, പോലീസ്, ഫയർ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, ട്രസ്റ്റ് ഭാരവാഹികൾ, നാട്ടുകാർ, സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് 18 പട്ടാമ്പി. ഇനി സ്പെഷ്യൽ ഡേയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. രാവിലെയിൽ വയനാട് പുൽപ്പള്ളി മുള്ളൻകൊല്ലി സ്വദേശികളായ അരുൺ ആർദ്ര ദമ്പതികളുടെ മകൾ സാന്നിധ്യ അരുണിന്റെ 6ാം ജന്മദിനമാണ് ഇന്ന്. അപ്പോൾ സാന്നിധ്യ മോൾക്ക് ന്യൂസ് 18 കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ മോളെ. ഇന്ന് ലായിക്കിന്റെയും ലാഹിസിന്റെയും ഇരട്ട കുട്ടികളുടെ 1ാം ജന്മദിനമാണ്. അപ്പോൾ ഇവർക്ക് ആശംസകൾ അറിയിക്കുന്നത് കൊല്ലം ഓയൂരിൽ നിന്ന് ആഷിഖും ഫാത്തിമയുമാണ്. അപ്പോൾ 2 മക്കൾക്കും ന്യൂസ് 18 കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇനി ഇടവേളയ്ക്ക് ശേഷം കാണാം പോലീസ് പെട്രോൾ.